ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2024 കറണ്ട് അഫയേഴ്സ് കേട്ടോ, അതായത് 2025 PSC ബുള്ളറ്റിൻ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്ന അവരുടെ സ്പെഷ്യൽ എഡിഷനിൽ ഉണ്ടായിരുന്ന 2024 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് നോക്കിയത്. അപ്പൊ ഈ കറണ്ട് അഫയേഴ്സ് നോക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലായത് പരീക്ഷകളിൽ ചോദിച്ചിരിക്കുന്ന മിക്ക കറണ്ട് അഫയേഴ്സിന്റെയും ഉറവിടം എന്ന് പറയുന്നത് PSC ബുള്ളറ്റിൻ തന്നെ ആയിരുന്നു. ഓക്കെ, കുറെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ വായിക്കുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ട്, കാരണം ഇതിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ കുറെ അധികം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം 20 മാർക്കിനാണ്. അപ്പോൾ നിങ്ങൾ കറണ്ട് അഫയേഴ്സിന്റെ നോട്ട്സും അതുപോലെ തന്നെ ക്ലാസ്സസും ആണ് നിങ്ങൾ തിരഞ്ഞു നടക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ PSC ബുള്ളറ്റിൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം മറ്റുള്ളതിലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്കിപ്പോ ജനുവരിയിലെ മാത്രം PSC ബുള്ളറ്റിന്റെ പ്രസിദ്ധീകരണം എടുത്ത് നോക്കുമ്പോൾ 500+ ചോദ്യങ്ങളുണ്ട്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അവരുടെ സ്പെഷ്യൽ എഡിഷനിലുള്ള 2025 പുറത്തിറക്കിയ 2024 ചോദ്യങ്ങൾ നമ്മൾ നോക്കിയിരുന്നു. അപ്പൊ അതൊരു 1 മണിക്കൂർ 15 മിനിറ്റ് ആയതുകൊണ്ട് നമ്മൾ ആ ക്ലാസ് അവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത ക്ലാസ് ആണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതാണ്ടോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. മുഴുവൻ കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്ലാസ് കണ്ടിട്ടില്ല എന്നുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണാം, നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2025 ജനുവരിയിലെ കറണ്ട് അഫയേഴ്സും കൂടെയാണ്. അപ്പൊ 2025 കറണ്ട് അഫയർ ജനുവരിയിലെ എന്ന് പറയുമ്പോൾ അത് ഡിസംബർ ആ ഒരു സമയത്തിലുള്ള കറണ്ട് അഫയേഴ്സ് ആയിരിക്കും ട്ടോ. കാരണം അധികം ഉണ്ടാവില്ലല്ലോ. നമ്മള് ജനുവരിത്തെ എന്ന് പറയുന്ന സമയത്ത് 2025 എടുക്കുമ്പോൾ അധികം ഉണ്ടാവില്ലല്ലോ. അപ്പോ ഇത് 2024 കൂടെയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രധാന സംഭവങ്ങളും കാര്യങ്ങളും കൂട്ടിയിണക്കിയിട്ട് അവർ 2 എഡിഷൻ ആയിട്ട് അവർ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിലെ കറണ്ട് അഫയേഴ്സ് ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. തുടങ്ങിയാലോ അപ്പോ? ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? വത്സലയുടെ ഇമ്പോർട്ടന്റ് ആണ്. വത്സലയുടെ നെല്ല് എന്ന നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു. അവരുടെ പേരെന്താണ്? എന്താണ് അവരുടെ പേര്? അവരുടെ പേര് കുറുമാട്ടി അഥവാ രാഗിണി എന്നുള്ളതാണ്. കുറുമാട്ടി രാഗിണി എന്നുള്ളതാണ് പേരെന്ന് പറയുന്നത്. ഓക്കെ, ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകന്റെ 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? ആരുടെയാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കര്. ഓക്കെ, അപ്പൊ ഹൗസ് വൈഫ്സും അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ കേട്ട് പഠിക്കുന്നത് തന്നെ ആയിരിക്കും കേട്ടോ നല്ലത്. നമ്മൾ എപ്പോഴും വായിച്ച് പഠിക്കുന്നതിനേക്കാളും നല്ലത് ഓഡിയോ വീഡിയോസ് നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് നിൽക്കും. അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും പ്ലേ ചെയ്ത് വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത എന്താണ്? 2024 ജനുവരി 16 100ാം ചരമവാർഷികം ആചരിക്കുന്ന മലയാള കവി ആരാണ്? കുമാരനാശാൻ. ഓക്കെ, അതുപോലെ കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ്? കെ സ്മാർട്ട് ഇമ്പോർട്ടന്റ് ആണ്. കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ്? 2024 ജനുവരി 1-നാണ്. ഓക്കെ, 2024 ജനുവരി 1-നാണ്. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല? സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കൊല്ലം എന്ന് പറയുന്നത്. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഏതാണ്? കൊട്ടാരക്കര കൊല്ലമാണ്. കൊട്ടാരക്കര കൊല്ലമാണ്. സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത്? സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് പഞ്ചായത്ത് എന്ന് പറയുന്നത്? പഞ്ചായത്ത് മലയൻകീഴാണ് കേട്ടോ. ഏതാണ്? മലയൻകീഴ് തിരുവനന്തപുരമാണ്. മലയൻകീഴ് തിരുവനന്തപുരം. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ ദീപാലംകൃത പാലം എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ദീപാലംകൃത പാലം എന്ന് പറയുന്നത് എവിടെയാണ്? ഫറോക്ക് ആണ്. ഫറോക്ക്. രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്നു കേരളത്തിലെ നഗരം എവിടെയാണ്? കൊച്ചിയാണ്. കൊച്ചിയാണ് നഗരം എന്ന് പറയുന്നത്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ NK ദേശത്തിന്റെ ശരിയായ പേര്? NK ദേശത്തിന്റെ ശരിയായിട്ടുള്ള പേരെന്താണ്? N കുട്ടിക്കൃഷ്ണ പിള്ള. എന്താണ്? N കുട്ടിക്കൃഷ്ണ പിള്ള. G ശങ്കരക്കുറുപ്പിന്റെ പേരിലുള്ള മഹാകവി G സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മറൈൻ ഡ്രൈവ് കൊച്ചിയിലാണ്. മറൈൻ ഡ്രൈവ് കൊച്ചിയിലാണ്. 3 ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി? എന്താണ് കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി? K-Lift 24 ആണ്. എന്താണ്? കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, എന്താണ്? K-Lift 24. ഓക്കെ, ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ആരെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ജിതേഷ് ജി ആണ് കേട്ടോ. എന്താണ്? വരയരങ്ങ് എന്ന കലാരൂപത്തിന്റെ ആവിഷ്കർത്താവാണ് ജിതേഷ് ജി എന്ന് പറയുന്നത്. എന്താണ്? വരയരങ്ങ്. ഓക്കെ, വരയരങ്ങ്.
അടുത്ത എന്താണ്? ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവിയോൺമെന്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരം. കേരളത്തിന്റെ കടൽ തീരം ഏതാണ്? കാപ്പാടാണ്. കാപ്പാട് കോഴിക്കോട്. എവിടെയാണ്? കാപ്പാട് കോഴിക്കോട്. ഓക്കെ. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ എന്താണ്? PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ്. എന്താണ് മ്യൂസിക് ബാൻഡ് എന്ന് പറയുന്നത്? അരകവ്യൂഹം. എന്താണ്? അരകവ്യൂഹം. ഓക്കെ. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് എവിടെയാണ്? കാസർഗോഡാണ്. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി കാസർഗോഡാണ്. കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് എവിടെയാണ്? മാനാഞ്ചിറ സ്ക്വയർ കോഴിക്കോട്. മാനാഞ്ചിറ സ്ക്വയർ കോഴിക്കോട്. ഓക്കെ. ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായിട്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി. ഡിമെൻഷ്യയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓർമ്മത്തോണിയാണ് ആൻസർ എന്ന് പറയുന്നത്. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം. എന്താണ്? സ്നേഹഹസ്തം. ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സ്പീഷീസ് ഓന്ത് ഏതാണ്? പുതിയ സ്പീഷീസ് ഓന്ത് എന്ന് പറയുന്നത് വടക്കൻ കങ്കാരു ഓന്താണ്. എന്താണ്? വടക്കൻ കങ്കാരു ഓന്ത്. ശാസ്ത്രീയ നാമം അഗസ്ത്യകാമ ഹെഡ്ജ് എന്ന് പറയുന്നത്. എന്താണ്? അഗസ്ത്യകാമ ഹെഡ്ജ് എന്നാണ് പറയുന്നത്. ഓക്കെ. മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവര് ഇനി മുതൽ ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക? അവർ അറിയപ്പെടുന്ന പേരെന്ന് പറയുന്നത് സിവിൽ ജഡ്ജി എന്നാണ്. എന്താണ്? സിവിൽ ജഡ്ജി എന്നാണ്. ഓക്കെ. ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 2024 കേരളത്തിലെ 2024 വേദി എവിടെയാണ്? തൃശ്ശൂരാണ്. ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദി എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. ഓക്കെ. കേരള നവോത്ഥാന ചരിത്രത്തില് നാഴികക്കല്ലായിട്ട് മാറിയ ഏത് സംഭവത്തിന്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിച്ചത്? 2024 ആഘോഷിച്ചത് എന്തിന്റെയാണ്? വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികമാണ്. ഓക്കെ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ പുതുക്കിയ വേതനം എത്രയാണ്? 348 രൂപ. എത്രയാണ്? 348 രൂപയാണ്. ഓക്കെ. 2023 കേരളത്തില് ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച ജില്ല ഏതാണ്? എറണാകുളമാണ്. ഓക്കെ. 700ലേറെ വർഷം പഴക്കം കണക്കാക്കുന്ന വട്ടെഴുത്ത് കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ ക്ഷേത്രം ഏതാണ്? ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രമാണ്. ഓക്കെ. മൊത്തം ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് എറണാകുളം. ഏതാണ്? എറണാകുളം. ഓക്കെ. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത എന്ന ബഹുമതിക്ക് അർഹയായ ആരുടെ 125ാമത് ജന്മവാർഷികമാണ് 2024 മാർച്ച് 27 ആഘോഷിച്ചത്? ആരുടെയാണ്? ലക്ഷ്മി എൻ മേനോന്റെയാണ്. ലക്ഷ്മി എൻ മേനോന്റെ. ഓക്കെ. പൊതുജനങ്ങൾക്ക് പദ്ധതികൾ ജില്ലാ കളക്ടർ നേരിട്ട് നൽകുന്നതിന് വേണ്ടി ഐ ടി മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനം ഏതാണ്? DC കണക്ട് ആണ്. എന്താണ്? DC കണക്ട് ആണ്. ഓക്കെ. മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന് പറയുന്നത്. എന്താണ്? ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതി. എന്താണ് പദ്ധതി? ചങ്ങാതിയാണ് പദ്ധതി. ചങ്ങാതി. വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മധുരം. ഏതാണ്? മധുരം എന്ന് പറഞ്ഞ മധുരം. ഓക്കെ. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യത്തെ നിയമസഭ. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യത്തെ നിയമസഭയാണ് കേരളം എന്ന് പറയുന്നത്. ഓക്കെ. സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളം. ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോടാണ്. ഓക്കെ. 2024 നവോത്ഥാന നായകന്റെ സമാധിയുടെ ശതാബ്ദി ദിനത്തോടനുബന്ധിച്ചാണ് വള്ളിക്കുന്നത്ത് ആലപ്പുഴയിൽ പ്രതിമ സ്ഥാപിച്ചത്. ആരാണ് ആളെന്ന് പറയുന്നത്? ചട്ടമ്പി സ്വാമി ട്ടോ. അപ്പൊ ഏത് നവോത്ഥാന നായകന്റെ സമാധിയുടെ ശതാബ്ദി ദിനാചരണത്തോടനുബന്ധിച്ചാണ് വള്ളിക്കുന്നത്ത് ആലപ്പുഴ പ്രതിമ സ്ഥാപിച്ചത്. ഓക്കെ. അപ്പൊ
അവിടെയാണ് ചട്ടമ്പി സ്വാമികളുടെയാണ് സ്ഥാപിച്ചത് കേട്ടോ. സംസ്ഥാനത്ത് ശൈശവ വിവാഹം തടയുന്നതിനായ പദ്ധതി പൊൻവാക്ക്. ഇത് കുറേ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പൊ സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് പൊൻവാക്ക് എന്ന് പറയുന്നത്. 2024 അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന്റെ വേദി, 2024 അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന്റെ വേദി എന്ന് പറയുന്നത് വർക്കലയാണ്. എവിടെയാണ്? വർക്കല. ഓക്കെ. ശംഖുമുഖം കടൽ തീരത്ത് മുട്ടയിടാൻ എത്തിയ വംശനാശ ഭീഷണി നേരിടുന്ന കടലാമ. ശംഖുമുഖം കടൽ തീരത്ത് മുട്ടയിടാൻ എത്തിയ വംശനാശ ഭീഷണി നേരിടുന്ന കടലാമ ഏതാണ്? ഒലീവ് റിഡ്ലി കടലാമയാണ്. ആരാണ്? ഒലീവ് റിഡ്ലി കടലാമ. ഒലീവ് റിഡ്ലി കടലാമ. ഓക്കെ. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. അതുപോലെ തന്നെ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോ കേരളമാണ് പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ചത്. 2024 മാർച്ചിൽ ആദ്യമായി എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗമായ ലൈം രോഗത്തിന് കാരണമായ ബാക്ടീരിയ. ലൈം രോഗത്തിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ ഏതാണ്? ബൊറേലിയ. എന്താണ്? ബൊറേലിയ ബർഗ് ഡോർഫെറി. എന്താണ്? ബർഗ് ഡോർഫെറി. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമാണ് തളിപ്പറമ്പ്. എവിടെയാണ്? തളിപ്പറമ്പ്. ഓക്കെ. ഇടം എന്താണ്? എഡ്യൂക്കേഷൻ ആൻഡ് ഡിജിറ്റൽ അവയർനെസ് പദ്ധതിയിലൂടെയാണ് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചത്. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചത്. ഓക്കെ. മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനി. വിമാന കമ്പനി ഏതാണ്? ഫ്ലൈറ്റ് 91. ഫ്ലൈറ്റ് 91. ഓക്കെ. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ സംസ്ഥാനം. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ജലാഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദി ഏതാണ്? ഏതാണ് നദി? പെരിയാറാണ് നദി എന്ന് പറയുന്നത്. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായിട്ട് പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം ഏതാണ്? കൊച്ചിയാണ് നഗരം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഗണിത ശാസ്ത്രജ്ഞനായ സംഗമ ഗ്രാമ മാധവന്റെ പേരിൽ ഗണിത ശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിക്കുന്നത് കല്ലേറ്റുംകര ഇരിഞ്ഞാലക്കുടയാണ്. കല്ലേറ്റുംകര ഇരിഞ്ഞാലക്കുടയാണ് സ്ഥലം എന്ന് പറയുന്നത്. ഓക്കെ. വയനാട് പഞ്ചായത്തിന്റെയും ജില്ലാ വൈവിധ്യ പരിപാലന സമിതിയുടെയും നേതൃത്വത്തിൽ നടത്തിയ കാലാവസ്ഥ ഉച്ചകോടി ഏതാണ്? ജാത്തിരയാണ്. എന്താണ്? ജാത്തിരെ. ഓക്കെ. രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തില് കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല. രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തില് കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ലയാണ് വയനാട് എന്ന് പറയുന്നത്. വയനാട് എന്ന് പറയുന്നത്. 2024 അന്തരിച്ച ഉണ്ണി ആറന്മുള ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഉണ്ണി ആറന്മുള എന്ന് പറയുന്ന ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? സിനിമാ സംവിധായകനാണ് അല്ലെ. KR ഉണ്ണികൃഷ്ണൻ നായർ. ഓക്കെ. 2024 ഏപ്രിലിൽ അന്തരിച്ച മലയാളത്തിലെ പ്രശസ്ത സംഗീതജ്ഞൻ ആരാണ്? KG ജയനാണ്. KG ജയൻ. ഏഷ്യൻ ടെലികോം അവാർഡ് 2024 ഇൻഫ്രാസ്ട്രക്ചർ ഇനിഷ്യേറ്റീവ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ കേരളത്തിന്റെ പദ്ധതി KFON. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഏഷ്യൻ ടെലികോം അവാർഡ് 2024 ഇൻഫ്രാസ്ട്രക്ചർ ഇനിഷ്യേറ്റീവ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ കേരളത്തിലെ പദ്ധതിയാണ് KFON എന്ന് പറയുന്നത്. ഓക്കെ. കളിസ്ഥലം ഇല്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് അഭിപ്രായപ്പെട്ട ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതിയാണ്. ഓക്കെ. കേരളത്തിൽ ആദ്യമായിട്ട് പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡെക്കർ ട്രെയിൻ ഏതാണ്? ഉദയ് ഡബിൾ ഡെക്കർ ട്രെയിൻ പരീക്ഷണ ഓട്ടം നടത്തിയത് പൊള്ളാച്ചി ടു പാലക്കാട് റൂട്ടിലാണ്. ഓക്കെ. പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ നെമാസ്പിസ് വാൻഗോഗി ഏത് ഇനത്തിൽപ്പെട്ട ജീവിയാണ്? നെമാസിസ് വാൻഗോഗി എന്ന് പറയുന്നത് എന്താണ്? പല്ലിയാണ് കേട്ടോ. അതൊരു പല്ലിയാണ്. ഓക്കെ. കേരളത്തിൽ വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഈടാക്കുന്ന ആഡംബര നികുതി ഇനി മുതൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇനി മുതൽ അറിയപ്പെടുന്ന പേരെന്താണ്? അധിക നികുതി. എന്താണ്? അധിക നികുതി. ഓക്കെ. കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല. കേരളത്തില് തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല ഏതാണ്? ചെന്തുരിണിയാണ്. 2ാം സ്ഥാനം സൈലന്റ് വാലിയാണ്. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം. ഏതാണ്? വീട്ടുമുറ്റത്തെ വിദ്യാലയം എന്ന് പറയുന്നത്. ഹോബ്സ് മാസികയുടെ ആഗോള അതിസമ്പന്ന പട്ടികയിൽ ചരിത്രത്തിൽ ആദ്യമായി ഇടം നേടിയ മലയാളി വനിത ഏതാണ്? സാറ ജോർജ് മുത്തൂറ്റാണ്. മലയാളികളിൽ ഒന്നാമതാരാണ്? MA യൂസഫ് അലിയാണ്. ഓക്കെ. അന്താരാഷ്ട്ര കപ്പലുകളിലും സർവീസ് നടത്താനുള്ള ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നിർദ്ദേശിക്കുന്ന ISPS ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി
കോഴിക്കോട്. ഓക്കെ, അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖമാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത്. ഓക്കെ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് എന്താണ്? INTRY01. എന്താണ്? IN ഇന്ത്യ, TRV ആണ് കേട്ടോ, TRV തിരുവനന്തപുരം ജില്ല. ഓക്കെ, ആദ്യം ലഭിച്ചിരുന്ന കോഡ് ഇന്ത്യയുടെയും നെയ്യാറ്റിൻകരയുടെ ചുരുക്കെഴുത്ത് ചേർത്തിട്ട് INNYY1 എന്നായിരുന്നു കേട്ടോ. അപ്പൊ പിന്നീട് മാറ്റിയിട്ടാണ് INTRV01 എന്നാക്കിയത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കണേ. ഇന്ത്യയിൽ ആദ്യമായിട്ട് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെന്റർ സ്ഥാപിക്കപ്പെടുന്നത് എവിടെയാണ്? വിഴിഞ്ഞത്താണ് കേട്ടോ. മദ്രാസ് IIT വികസിപ്പിച്ച സോഫ്റ്റ്വെയറിലാണ്. ഓക്കെ, ദ്രാവിഡ ഭാഷകൾക്കായിട്ട് തയ്യാറാക്കിയ ഓൺലൈൻ നിഘണ്ടുവാണ് സമം. എന്താണ്? ഞാറ്റിയേല ശ്രീധരന്റെ ദ്രാവിഡ ഭാഷാ പദപരിചയത്തിന്റെ ഓൺലൈൻ രൂപമാണിത്, സമം. ഓക്കെ, ഹോബ്സ് പുറത്തിറക്കിയ 2024 ലോകത്തിന്റെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക റീജിയണൽ റൂറൽ ബാങ്ക് ഏതാണ്? റീജിയണൽ റൂറൽ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക് ആണ്. ഇന്ത്യയിലെ 18ാമത്തെ മികച്ച ബാങ്കാണ്. ഓക്കെ, ആക്രി കച്ചവടത്തിന്റെ മറവിൽ നടക്കുന്ന കോടികളുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ സംസ്ഥാനത്ത് GST വകുപ്പ് നടപ്പിലാക്കിയ പരിശോധന ഏതാണ്? ഓപ്പറേഷൻ പാംട്രി. എന്താണ്? ഓപ്പറേഷൻ പാംട്രി ആണ്. ഓക്കെ, കുട്ടികളുടെ നൂതന സംരംഭ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി എന്താണ്? മൈൻഡ് ബ്ലോവേഴ്സ് ആണ്. എന്താണ്? മൈൻഡ് ബ്ലോവേഴ്സ് ആണ്. ഓക്കെ, പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ചത് എവിടെയാണ്? കേരളത്തിലാണ്. രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനം. നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ചട്ടമ്പിസ്വാമികളുടെ 100ാം സമാധി വാർഷികത്തോടനുബന്ധിച്ച് ചട്ടമ്പിസ്വാമികളുടെ പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? ശ്രീകണ്ഠേശ്വരം ചട്ടമ്പിസ്വാമി പാർക്ക്, തിരുവനന്തപുരം. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയമാണ് അക്ഷരം മ്യൂസിയം. എവിടെയാണ്? നാട്ടകം, കോട്ടയം. ഓക്കെ, അടുത്തിടെ ഹാബ്രോ സിസ്റ്റം, സഹ്യാദ്രി, ഇരുമ, ചെന്തുരുണി എന്നീ ചിലന്തികളെ കണ്ടെത്തിയ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. എവിടെയാണ്? എന്താണ്? ഹാബ്രോ സിസ്റ്റം, സഹ്യാദ്രി, ഇരുമ, ചെന്തുരുണി. ഓക്കെ, ഇവ കണ്ടെത്തിയത് എവിടെയാണ്? ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലാണ്. ഓക്കെ, 2024 25 വർഷം പിന്നിടുന്ന കേരളത്തിന്റെ അന്താരാഷ്ട്ര വിമാനത്താവളം. കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന് പറയുന്നത്. 2024 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ വ്യക്തിയാണ് സംഗീത് ശിവൻ. നാസയുടെ ചന്ദ്രദൗത്യമായ ആർടെമിസിൽ പങ്കാളിയാകാനുള്ള പരിശീലനം പൂർത്തിയാക്കിയ ഇന്ത്യൻ വംശജനായ ബഹിരാകാശ യാത്രികനാണ് ഡോക്ടർ അനിൽ മേനോൻ. ആരാണ്? ഡോക്ടർ അനിൽ മേനോൻ. സ്കൂൾ ബസ്സുകൾക്ക് ട്രാക്ക് ചെയ്യുന്നതിന് രക്ഷിതാക്കൾക്കായിട്ട് കേരള മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയ മൊബൈൽ ആപ്പാണ് വിദ്യാവാഹൻ. ഒരുപാട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. എയർ ഇന്ത്യയുടെ ആഗോള സോഫ്റ്റ്വെയർ വികസന കേന്ദ്രം നിലവിൽ വരുന്നത് കേരളത്തിലെ ഏത് നഗരത്തിലാണ്? കൊച്ചിയിലാണ് നിലവിൽ വരുന്നത്. വിദേശത്തേക്ക് വളർത്തു മൃഗങ്ങളെ കൂടി കൊണ്ടുപോകുവാനുള്ള പെറ്റ് എക്സ്പോർട്ട് അനുമതി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ എയർപോർട്ടാണ് കൊച്ചി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയറോ ലോഞ്ച് നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ എയറോ ലോഞ്ച് നിലവിൽ വരുന്നത് എവിടെയാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. 2024 50 ആണ്ട് പൂർത്തിയാക്കുന്ന ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ SNDPയുടെ രണ്ടാമത്തെ മുഖപത്രം ഏതാണ്? യോഗനാഥമാണ്. എന്താണ്? യോഗനാഥം. അടുത്തിടെ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ സൂപ്രണ്ടന്റ് ആരായിരുന്നു? മേരി രത്നാബായിയാണ്. ആരാണ്? മേരി രത്നാബായിയാണ്. കാപ്പ ചുമത്തിയവരെയും പിടികിട്ടാ പുള്ളികളെയും പിടികൂടുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ആഗ് എന്ന് പറയുന്നത്. 2025 ജനുവരി 1 ശേഷം മുഴുവൻ അധ്യാപകർക്കും AI പരിശീലനം ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. 2024 4ാമത് ലോക കേരള സഭയുടെ വേദി എവിടെയാണ്? തിരുവനന്തപുരമാണ്. ഉഷ്ണതരംഗം പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ ജില്ല ഉഷ്ണതരംഗം എവിടെയാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പാലക്കാടാണ്. രണ്ടാമത് എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. രണ്ടാമത്തെയാണ് ചോദിച്ചിരിക്കുന്നത്, തൃശ്ശൂരാണ്.
2024 മെയ് 6 അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകൻ ആരാണ്? ഹരികുമാറാണ്. ആരാണ്? ഹരികുമാർ. ഓക്കെ. കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ റെയിൽ നിലവിൽ വരുന്ന ജില്ല ഏതാണ്? രണ്ടാമത്തെ മെട്രോ റെയിൽ വരുന്ന എവിടെയാണ്? തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ മെട്രോ റെയിൽ ഏതാണ്? കൊച്ചിയാണ് അല്ലെ? രണ്ടാമത്തെ ആണെങ്കിൽ തിരുവനന്തപുരമാണ്. സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ ജനന വൈകല്യം കണ്ടെത്തുന്നതിനുള്ള സമഗ്ര ആരോഗ്യ പരിശോധനാ പദ്ധതിയാണ് ശലഭം പദ്ധതി. സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ ജനന വൈകല്യം കണ്ടെത്തുന്നതിനുള്ള പരിശോധന പദ്ധതി ഏതാണ്? ശലഭം പദ്ധതിയാണ്. 2024 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത മേള വിദ്വാനാണ് കേളത്ത് അരവിന്ദാക്ഷൻ മാരാർ. കേളത്ത് അരവിന്ദാക്ഷൻ മാരാർ. കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക ഉന്നമനത്തിനായിട്ട് ADS എന്താണ്? ADS വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്നിടം. എന്താണ്? എന്നിടം. കപ്പലുകളെ തകർക്കുന്ന ബോംബുകളെ കണ്ടെത്താനും നിർവീര്യമാക്കാനും കെൽട്രോൺ നിർമ്മിച്ച സംവിധാനമാണ് മാരീജ് എന്ന് പറയുന്നത്. 2024 മെയ്യിൽ അന്തരിച്ച മാങ്ങാട് നടേശൻ ഏത് മേഖലയിലാണ് പ്രശസ്തനായത്? അദ്ദേഹം കർണാട്ടിക് സംഗീതജ്ഞനാണ്. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും കിടപ്പ് രോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ 600 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി എന്താണ്? 600 ആണോ 500 ആണോ? ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം എന്ന് പറയുന്നത്. എന്താണ്? ആശ്വാസ കിരണം. ഇന്ദുലേഖ എന്ന ഛായാചിത്രം വരച്ച പ്രശസ്ത ചിത്രകാരൻ ആരാണ്? രാജ രവിവർമ്മയാണ്. 2024 ഏപ്രിലിൽ 17 കോടി രൂപയ്ക്ക് ലേലം ചെയ്യപ്പെട്ട രാജ രവിവർമ്മയുടെ ഓയിൽ പെയിന്റിംഗ് ഏതാണ്? മോഹിനിയാണ് പെയിന്റിംഗ് എന്ന് പറയുന്നത്. ഏതാണ്? മോഹിനിയാണ്. ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ബഹുമതി നേടിയ മലയാളി ആരാണ്? ശ്രേയസ് ഗിരീഷ് ആണ് കേട്ടോ. അതായത് IRAS 041252902B എന്നാണ് പുതിയ ഗ്രഹത്തിന് പേര് നൽകിയിരിക്കുന്നത്. വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമൺ മലനിരകളിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സസ്യം ഏതാണ്? ലിപ്സിയ വാഗമണിക. എന്താണ്? ലിപ്സിയ വാഗമണിക. കേരള ബാങ്കിൽ അക്കൗണ്ടുള്ള ഉപഭോക്താക്കൾക്ക് മറ്റു വാണിജ്യ ബാങ്കുകൾ നൽകുന്ന എല്ലാ ഡിജിറ്റൽ സൗകര്യങ്ങളും ഉറപ്പാക്കുന്ന മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷൻ ആണ് KB പ്രൈം എന്ന് പറയുന്നത്. എന്താണ് KB പ്രൈം എന്ന് പറയുന്നത്? ലോകത്തിലെ ഏറ്റവും മികച്ച 25 ലക്ഷറി ഹോട്ടലുകളുടെ പട്ടികയിൽ 11ാമത് എത്തിയ മൂന്നാറിലെ ആഡംബര റിസോർട്ടാണ് ചാൻഡീസ് വിൻഡി വുഡ്സ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ കലാമേളയായിട്ടുള്ള അരങ്ങ് 2024 വേദി ഏതാണ്? അരങ്ങ് 2024 വേദി എന്ന് പറയുന്നത് പീലിക്കോടാണ്, കാസർഗോഡ്. 2024 ജൂണിൽ അന്തരിച്ച പ്രശസ്ത മാധ്യമ പ്രവർത്തകനാണ് BRP ഭാസ്കർ. ആരാണ്? BRP ഭാസ്കർ. റോഡ് സുരക്ഷ പരിഗണിച്ചിട്ട് ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങൾ തിരിച്ചറിയുന്നതിന് ഏത് നിറമാണ് നിർബന്ധിതമാക്കുന്നത്? മഞ്ഞ നിറമാണ് നിർബന്ധിതമാക്കുന്നത് കേട്ടോ. രൂപമാറ്റം നടത്തിയ വാഹനങ്ങൾ പിടികൂടാനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ താർ എന്ന് പറയുന്നത്. ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്ന സ്ഥലങ്ങളാണ് കൊച്ചി, തിരുവനന്തപുരം. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ വിവിധ പേരുകളിൽ, അതായത് ഓപ്പറേഷൻ ജാഗരി, ഓപ്പറേഷൻ മത്സ്യ, ഓപ്പറേഷൻ ഷവർമ്മ, ഓപ്പറേഷൻ ഹോളിഡേ എന്നറിയപ്പെടുന്ന ഓപ്പറേഷനുകൾക്കെല്ലാം കൂടി പൊതുവായി നൽകിയ പേരാണ് ഓപ്പറേഷൻ ലൈഫ്. 2024 വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽപ്പെടുത്തിയ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനം ഇമ്പോർട്ടന്റ് ആണ്. കുടുംബശ്രീയാണ് കേട്ടോ. കുടുംബശ്രീയാണെന്ന് പറയുന്നത്. SCERTയുടെ പുതുക്കിയ പാഠ്യപദ്ധതി പ്രകാരം പാഠഭാഗങ്ങൾക്ക് അനുസൃതമായി പരിഷ്കരിച്ച പോർട്ടലാണ് സമഗ്ര പ്ലസ് പോർട്ടൽ എന്ന് പറയുന്നത്. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കണ്ണൂർ എന്ന് പറയുന്നത്. ആരാണ്? കണ്ണൂർ. എവിടെയാണ്? കണ്ണൂർ എന്ന് പറയുന്നത്. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ MP ആവുന്ന നേതാവ് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? കൊടിക്കുന്നിൽ സുരേഷ് ആണ്. മാവേലിക്കര 8 തവണ. കേരളത്തില് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല ഏതാണ്? മലപ്പുറമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല. കേരളത്തിലെ വീടുകളെ സന്തോഷ കേന്ദ്രങ്ങളാക്കാനായിട്ട് ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന സ്ഥാപനമാണ് കുടുംബശ്രീ എന്ന് പറയുന്നത് കേട്ടോ. കുടുംബശ്രീയുടെ ആപ്തവാക്യം എന്താണ്? ഒന്നായി കുടുംബശ്രീ, ഒന്നായി മുന്നേറാം. ഉപരിപഠനത്തിന് അർഹതയുണ്ടായിട്ടും ആഗ്രഹിച്ച കോഴ്സിന് പ്രവേശനം ലഭിക്കാത്തവർക്ക് ഏത് പ്രായത്തിലും ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്ത് +2 നേടാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് സ്കൂൾ കേരള. എന്താണ്? സ്കൂൾ കേരള.
പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ മഞ്ഞപ്പുട്ടുവാലൻ. ഓക്കെ, മഞ്ഞപ്പുട്ടുവാലൻ എന്ന് പറയുന്നത് ഏത് ജീവിവർഗത്തിൽ പെടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ജീവിവർഗമാണ്? അത് പാമ്പാണ് കേട്ടോ. പാമ്പാണ് മഞ്ഞപ്പുട്ടുവാലൻ എന്ന് പറയുന്നത്. കേരളത്തിലെ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്? 2024 ഏപ്രിൽ 26-നാണ് നടന്നിട്ടുള്ളത്. 2024 ഏപ്രിൽ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അതായത് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള കേരളത്തിലെ ലോക്സഭാ മണ്ഡലം. അപ്പൊ ലോക്സഭാ മണ്ഡലവും ജില്ലയും ഒന്ന് തന്നെയാണ്, മലപ്പുറം തന്നെയാണ് കേട്ടോ. അപ്പൊ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള കേരളത്തിലെ ലോക്സഭാ മണ്ഡലം ഏതാണ്? അത് വയനാടാണ്. കേരളത്തിൽ നിന്നുള്ള MP-മാരിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ്? പ്രായം കൂടിയത് E.T. മുഹമ്മദ് ബഷീർ. E.T. മുഹമ്മദ് ബഷീർ. കേരളത്തിൽ നിന്നുള്ള MP-മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ഹൈബി ഈഡനാണ്. ഹൈബി ഈഡൻ. ഇലക്ഷൻ ഡ്യൂട്ടിക്കായിട്ട് സർക്കാർ ജീവനക്കാരെ തെരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ ഏതാണ്? ഓർഡർ ആണ്. എന്താണ്? ഓർഡർ ആണ് പോർട്ടൽ എന്ന് പറയുന്നത്. വയനാട് ലോക്സഭ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ആരാണ്? പ്രിയങ്ക ഗാന്ധിയാണ്. ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ആരാണ്? UR പ്രദീപ് ആണ്. പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ആരാണ്? രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ആരാണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ. ആളുകൾ കൂട്ടമായി താമസിക്കുന്ന കോളനികൾ ഇനി മുതൽ അറിയപ്പെടുന്ന പേര് എന്താണ്? കോളനി ഇനി മുതൽ അറിയപ്പെടുന്ന പേരെന്താണ്? നഗർ എന്നാണ് കേട്ടോ. നഗർ എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിൽ പുതിയ നാവികസേന ഉപകേന്ദ്രം സ്ഥാപിതമാവുന്നത്. എവിടെയാണ്? മുട്ടത്തറയാണ്. തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി ആരാണ്? രഞ്ജുമോൾ മോഹനാണ്. ആരാണ്? രഞ്ജുമോൾ മോഹൻ. ഓക്കെ. കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ച ലഹരി വിരുദ്ധ പദ്ധതി എന്താണ്? പോഡ എന്നുള്ളതാണ് ലഹരി വിരുദ്ധ പദ്ധതി. ഓക്കെ. 2024 അന്തരിച്ച കൊൽക്കത്തയുടെ ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന മലയാളിയാണ് പീതാംബരൻ നായർ. ആരാണ്? പീതാംബരൻ നായർ. യുനെസ്കോയുടെ സാഹിത്യ നഗര പദ്ധതി കൈവരിച്ച ആദ്യത്തെ ഇന്ത്യൻ നഗരമാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായിട്ട് കോഴിക്കോടിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എന്നാണ്? 2024 ജൂൺ 23-നാണ്. 2024 GI ടാഗ് പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വന ഉൽപ്പന്നം ഏതാണ്? വനോൽപ്പന്നം എന്ന് പറയുന്നത് നിലമ്പൂര് തേക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാരിന് കീഴിലുള്ള അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്നത് എവിടെയാണ്? അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്ന എവിടെയാണ്? ചേവായൂരാണ്. കോഴിക്കോട്. ഓക്കെ. ബോട്ടുകളിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിനായിട്ടുള്ള ജലഗതാഗത വകുപ്പിന്റെ പദ്ധതിയാണ് പുസ്തകത്തോണി. എവിടെയാണ്? പുസ്തകത്തോണി എന്ന് പറയുന്നത്. ഓക്കെ. SSLC +2 പരീക്ഷകളിൽ തോറ്റവരെയും പാതി വഴിയിൽ പഠനം മുടങ്ങിയവരെയും കണ്ടെത്തി പഠനം തുടരാനും പരീക്ഷ എഴുതാനും പ്രേരണയും സഹായവും നൽകുന്ന കേരള പോലീസിന്റെ പദ്ധതിയാണ് ഹോപ്പ് എന്ന് പറയുന്നത്. എന്താണ്? ഹോപ്പ് എന്ന് പറയുന്നത്. 2024 നിയമസഭയിലെ ചട്ടങ്ങളിൽ അടിയന്തര പ്രമേയം എന്നതിന് പകരം വന്ന വാക്ക് എന്താണ്? അടിയന്തര പ്രമേയം എന്നതിന് പകരം വന്ന വാക്ക് എന്താണ്? നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപം. സത്യപ്രതിജ്ഞ എന്നതിന് പകരം വന്ന വാക്ക് എന്താണ്? ശപഥം. സത്യപ്രതിജ്ഞ എന്ന വാക്കിന് പകരം വന്ന വാക്കാണ് ശപഥം. അവിശ്വാസ പ്രമേയത്തിന് പകരം വന്നത് എന്താണ്? അവിശ്വാസം രേഖപ്പെടുത്തുവാനുള്ള ഉപക്ഷേപം. നന്ദി പ്രമേയം എന്നതിനാണെങ്കിലും നന്ദി രേഖപ്പെടുത്തുവാനുള്ള ഉപക്ഷേപം. ഓക്കെ. ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങളുടെ ചികിത്സയ്ക്കായിട്ട് പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്കായിട്ട് നൽകുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കസാപ്പിൽ ഇതിന്റെ ഫുൾ ഫോം എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലെ? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ KSRTC ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ KSRTC ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത് തിരുവനന്തപുരത്താണ്. കേരളത്തില് ആദ്യം മിലി മാർട്ട് നിലവിൽ വന്നത് എവിടെയാണ്? ആദ്യത്തെ മിലി മാർട്ട് നിലവിൽ വന്നത് പഴവങ്ങാടി തിരുവനന്തപുരം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസാണ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായിട്ട് മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യത്തെ മഴ മാപിനി വെബ്സൈറ്റ് പുറത്തിറക്കിയത് എവിടെയാണ്? വയനാടാണ്. തദ്ദേശ വാർഡ് വിഭജനത്തിന്റെ വിവരശേഖരത്തിനായിട്ട്
ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷന്റെ പേര് എന്താണ്? ക്യൂ ഫീൽഡ് ആണ്. ക്യൂ ഫീൽഡ്. ഓക്കെ. വീടുകളുടെ മേൽക്കൂരയിൽ സൗരോർജ്ജ പാളികൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പുരപ്പുറ സൗര വൈദ്യുത പദ്ധതി. പുരപ്പുറ സൗര വൈദ്യുത പദ്ധതി. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത ബിജിലി യോജന. ഓക്കെ. കേരള സർക്കാർ നഗരസഭകളിൽ നടപ്പിലാക്കുന്ന അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയിട്ടുള്ള വേതനം എത്രയാണ്? 346 രൂപയാണ്. ഓക്കെ. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയങ്ങളിൽ ഒന്നായിരുന്ന 99-ലെ വെള്ളപ്പൊക്കത്തിന്റെ എത്രാം വാർഷികമാണ് 2024 ജൂലൈയിൽ ആചരിച്ചത്? 100-ാം വാർഷികം. ഓക്കെ. 2024 അന്തരിച്ച ലോക പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനാണ് ഡോക്ടർ MS വല്യത്തൻ. ആത്മകഥ എന്താണ്? മയൂരശിഖ. ജീവിതം, അനുഭവം, അറിവ്. ഓക്കെ. വ്യവസായ നയത്തിൽ സമഗ്ര AI നയം പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം. വ്യവസായ നയത്തിൽ സമഗ്ര AI നയം പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം. കിടപ്പ് രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്ന അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദ വിഭാഗങ്ങളുടെ പരിചരണ പദ്ധതിയാണ് അരികെ എന്ന് പറയുന്നത് കേട്ടോ. 2024 ജൂലൈയിൽ അന്തരിച്ച അരോമ മണി എന്ന M മണി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അരോമ മണി എന്ന M മണി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിനിമയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസിലിറ്റേഷൻ സെന്റർ സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? പുലിക്കയമാണ്. കോടഞ്ചേരി, കോഴിക്കോട്. പുലിക്കയം, കോടഞ്ചേരി, കോഴിക്കോട്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ 2023 റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി ഏതാണ്? കല്ലായിപ്പുഴ, കോഴിക്കോട്. രണ്ടാമത് കരമനയാറ്, തിരുവനന്തപുരം. കരമനയാറ്, തിരുവനന്തപുരം. ഓക്കെ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച മരച്ചീനി കൃഷി നശിപ്പിക്കുന്ന മൊസൈക്ക് രോഗത്തെ പ്രതിരോധിക്കുന്ന മരച്ചീനി ഇനമാണ് ശ്രീശക്തി. ഓക്കെ. കേരള സർക്കാർ ആരംഭിക്കാനിരിക്കുന്ന വിമാന സർവീസ് കമ്പനി. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. കേരള സർക്കാർ ആരംഭിക്കാനിരിക്കുന്ന വിമാന സർവീസ് കമ്പനി ഏതാണ്? എയർ കേരളയാണ്. 2024 കേരളത്തിൽ നിന്ന് ട്രേഡ് മാർക്ക് ലഭിച്ചത് എന്തിനാണ്? ഓണവില്ല് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്. ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ജനറേറ്റീവ് AI കോൺക്ലേവിന് വേദിയാവുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. കേരളത്തിൽ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് തലശ്ശേരി VR കൃഷ്ണൻ അയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയം. ഓക്കെ. 2024 ഇന്ത്യയിലെ മികച്ച കുടുംബാരോഗ്യ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കുടുംബ കേന്ദ്രം ഏതാണ്? കോട്ടയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം, മലപ്പുറം. ഓക്കെ. ഓക്കെ. നമ്മുടെ ബഷീർ സ്മാരകമായിട്ടുള്ള ബഷീർ സ്മാരകമായ ആകാശമിഠായി സ്ഥാപിതമായത് എവിടെയാണ്? ബേപ്പൂരിലാണ് ആകാശമിഠായി സ്ഥാപിതമായത്. 2024 ഓഗസ്റ്റില് അയ്യങ്കാളിയുടെ എത്രാമത്തെ ജന്മദിനമാണ് ആചരിച്ചത്? 181. എത്രയാണ്? 161-ാമത്തെയാണ്. 161-ാമത്തെ ജന്മദിനമാണ് ആഘോഷിച്ചത്. ഓക്കെ. അടുത്ത എന്താണ്? വൈദ്യുതി ഉൽപാദനത്തിനായിട്ട് കാറ്റാടി യന്ത്രം സ്ഥാപിച്ച ആദ്യത്തെ കടുവ സങ്കേതം ഏതാണ്? പെരിയാർ ടൈഗർ റിസർവ് ആണ്. അന്തരിച്ച സാറ എബ്രഹാം ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏത് മേഖലയാണ്? ചിത്രകലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ. ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ ഏത് പേരിലാണ് ഇനി അറിയപ്പെടുന്നത്? ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി. ടാഗ് ലൈന് ആരോഗ്യ പരം ദാനം. ഓക്കെ. മന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ച കേരളത്തിലെ സംരംഭമാണ് കാർത്തുമ്പി കുട നിർമ്മാണം അട്ടപ്പാടി. കാർത്തുമ്പി കുട നിർമ്മാണം അട്ടപ്പാടി. ഓക്കെ. 2024 സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്ന ജില്ല ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? തിരുവനന്തപുരമാണ്. 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേള 2024 നടന്ന ജില്ല ഏതാണ്? എറണാകുളമാണ്. ഓക്കെ. അപ്പൊ 2024 വർഷത്തെ ശാസ്ത്രമേളയുടെ വേദി ഏതാണ്? അത് ആലപ്പുഴയാണ്. ഓക്കെ. സംസ്ഥാനത്തെ ഹോട്ടലുകളിൽ GST വകുപ്പ് നടത്തിയ പരിശോധന എന്താണ്? ഓപ്പറേഷൻ ഫാനം. ഓപ്പറേഷൻ ഫാനം. ഓക്കെ. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ തത്സമയം അറിയാനുള്ള മൊബൈൽ ആപ്പാണ് ഹരിതമിത്രം. എന്താണ്? ഹരിതമിത്രം. കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെ പാർക്കിംഗ് സ്ഥല ലഭ്യത അറിയാൻ മുൻകൂട്ടി പണമടച്ച് റിസർവ് ചെയ്യുന്നതുമായി ആപ്പ് വികസിപ്പിച്ചത് ആരാണ്? നമ്മുടെ KMTA കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി. ഓക്കെ. കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി. ഓക്കെ. ലോകമെമ്പാടുമുള്ള കേരളീയ പ്രവാസികളെ ഒരു കുടക്കീഴിൽ ഒരുമിപ്പിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ലോക കേരളം ഓൺലൈൻ പോർട്ടൽ. ലോക കേരളം ഓൺലൈൻ പോർട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ. അന്താരാഷ്ട്ര തുറമുഖ സാധ്യതകൾ തുറക്കുന്ന ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റ് പദവി നേടിയ കേരളത്തിലെ തുറമുഖം ഏതാണ്? കൊല്ലം തുറമുഖമാണ്. കൊല്ലം തുറമുഖമാണ്. 2024 അരുണാചൽ പ്രദേശിൽ കണ്ടെത്തിയ സസ്യത്തിന് ഏത് സസ്യശാസ്ത്രജ്ഞയുടെ
ശാസ്ത്രജ്ഞയുടെ പേരാണ് നൽകിയത്? ഏത് ശാസ്ത്രജ്ഞയുടെ പേരാണ് നൽകിയിരിക്കുന്നത്? ഡോക്ടർ ഇ.കെ. ജാനകി അമ്മാൾ. ഡോക്ടർ ഇ.കെ. ജാനകി അമ്മാൾ. ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര നഗരം, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര നഗരം എന്ന് പറയുന്നത് മൂവാറ്റുപുഴയാണ്. എറണാകുളം മൂവാറ്റുപുഴ. ഉപ്പേരിയും ശർക്കര വരട്ടിയും വിപണിയിൽ എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച ബ്രാൻഡാണ് ഫ്രഷ് ബൈറ്റ്സ് എന്ന് പറയുന്നത്. കേന്ദ്രമന്ത്രിയും മലയാളിയുമായ ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്ത് നിന്നാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? മധ്യപ്രദേശിൽ നിന്നാണ്. കേരളത്തില് തെരുവുനായ ആക്രമണത്തിന് ഇരയായവർക്കുള്ള നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയിരിക്കുന്ന കമ്മിറ്റി ഏതാണ്? ജസ്റ്റിസ് എസ് സിരിജഗൻ കമ്മിറ്റി. സിരിജഗൻ കമ്മിറ്റി. ശ്രീനാരായണ ഗുരുവിന്റെ എത്രാമത് ജന്മവാർഷികമാണ് 2024 ആചരിച്ചത്? 170ാമത്തെയാണ് ആചരിച്ചത്. വിദ്യാർത്ഥികളില് സംരംഭകത്വ സംസ്കാരം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വ്യവസായ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഡ്രീം വെസ്റ്റർ. എന്താണ് ഡ്രീം വെസ്റ്റർ? ഓക്കെ. കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനങ്ങൾ ഏതൊക്കെയാണ്? കൽപ്പ സുവർണയും കൽപ്പ ശതാബ്ദിയുമാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ക്ഷേത്ര ചുമർചിത്രം ഒരുങ്ങുന്നത് എവിടെയാണ്? തിരൂർ സൂര്യനാരായണ ക്ഷേത്രം, കണ്ണൂര്. ഓക്കെ. വൈദ്യുതി ഉൽപാദനത്തിനായിട്ട് കാറ്റാടി യന്ത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ നമ്മൾ പറഞ്ഞാണ് കേട്ടോ. അതിക്രമങ്ങൾക്ക് ഇരയാവുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീ പദ്ധതി ഏതാണ്? സ്നേഹിത. ഓക്കെ. പഴങ്ങളിൽ നിന്ന് കേരള കാർഷിക സർവകലാശാലകൾ നിർമ്മിക്കുന്ന വൈൻ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? നിള എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 6ാമത് ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദിയാണ് കൊച്ചി എന്ന് പറയുന്നത്. വയനാട് ദുരന്തത്തിലെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തെ കുറിച്ച് പ്രസിദ്ധീകരിച്ച ഉറ്റവർ എന്ന കവിത എഴുതിയത് ആരാണ്? പ്രഭാവർമ്മ. ഉറ്റവർ എന്ന കവിത എഴുതിയത് പ്രഭാവർമ്മയാണ്. ഇന്ത്യയിൽ ആദ്യമായി ശുചീകരണത്തിന് റോബോട്ടിക് സംവിധാനം ഏർപ്പെടുത്തിയ വിമാനത്താവളമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. ഓക്കെ. ഓൺലൈൻ വഴി വരുന്ന വ്യാജ വാർത്തകൾ പ്രതിരോധിക്കാൻ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഡിജിറ്റൽ സാക്ഷരതാ പരിശീലന പരിപാടിയാണ് സത്യമേവ ജയതേ. പദ്ധതി നടപ്പിലാക്കുന്നത് കൈറ്റ് കേരളയാണ്. കൈറ്റ് കേരളം. കാർഷിക സേവനങ്ങളിൽ ഏകജാലക സംവിധാനം കൊണ്ടുവരുന്നതിനായിട്ട് സംസ്ഥാന കൃഷി വകുപ്പ് അവതരിപ്പിച്ച ആപ്പാണ് കതിർ എന്ന് പറയുന്നത് കേട്ടോ. കതിർ എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം എന്ന് പറയുന്നത്. ഓക്കെ. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും കിടപ്പ് രോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം എന്ന് പറയുന്നത്. 2024 പേര് മാറ്റിയ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ ഏതൊക്കെയാണ്? കൊച്ചുവേളി, നേമം, തിരുവനന്തപുരം ട്ടോ. നേമം തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നും കൊച്ചുവേളി തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നും മാറ്റിയിട്ടുണ്ട്. ഓക്കെ. ഇന്ത്യയിൽ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടാകുന്ന 19 പ്രദേശങ്ങളുടെ പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 6ാം സ്ഥാനമാണ് കേട്ടോ. എത്രയാണ്? 6ാം സ്ഥാനമാണ്. 2024 കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യത ഇല്ലാത്ത ഒരേ ഒരു ജില്ല എന്ന് പറയുന്നത് ആലപ്പുഴയാണ്. കാരണം എന്താണ്? കംപ്ലീറ്റ് വെള്ളമാണ് അല്ലെ. ഓക്കെ. അന്തരിച്ച ബഹുഭാഷാ പണ്ഡിതനും വിവർത്തകനും അധ്യാപകനുമായ വ്യക്തിയാണ് പ്രൊഫസർ CG രാജഗോപാൽ. അനധികൃതമായി നഗരത്തിലെ ഫുട്പാത്തുകൾ കയ്യേറുന്നവർക്കെതിരെ എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഫുട്പാത്ത് എന്ന് പറയുന്നത്. സംസ്ഥാനത്ത് ആദ്യത്തെ മറൈൻ ഓഷ്യാനേറിയം നിലവിൽ വരുന്ന എവിടെയാണ്? കൊല്ലത്താണ് നിലവിൽ വരുന്നത്. ഏത് സാമൂഹ്യ പരിഷ്കർത്താവിന്റെ 115ാമത് സമാധി വാർഷികമാണ് 115ാമത് സമാധി വാർഷികമാണ് 2024 ആചരിച്ചത്? ആരുടെയാണ്? തൈക്കാട് ഹയ്യയുടെയാണ്. തൈക്കാട് ഹയ്യയുടെയാണ്. വയനാട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം കുറയ്ക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് കൂട്ടിയിടം. എന്താണ്? കൂട്ടിയിടം. സർവീസ് ചടങ്ങുകളിൽ ഭിന്നശേഷിക്കാർ എന്ന വാക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ഉത്തരവ് പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. കേരളം എന്ന് പറയുന്നത്. ഓക്കെ. കേരളത്തിലെ ഹീമോഫീലിയ ബാധിതരായ 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും എമിസുമാബ് എന്ന മരുന്ന് സൗജന്യമായി നൽകുവാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. കേരളം എന്ന് പറയുന്നത്. ഓക്കെ. നമ്മുടെ നിപ്പ വൈറസ് കേട്ടോ. 2024 നിപ്പ വൈറസ് ബാധയെ തുടർന്ന് മരണം റിപ്പോർട്ട് ചെയ്ത ജില്ല 2024 ചോദിക്കുന്നത്. മലപ്പുറമാണ്. ഓക്കെ. അതുപോലെ തന്നെ 2024 സെപ്റ്റംബറിൽ അന്തരിച്ച നോവലിസ്റ്റ്, നാടകകൃത്ത്, സാംസ്കാരിക പ്രവർത്തകൻ തുടങ്ങിയ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് KJ ബേബി. ഓക്കെ. കനവ് ബേബി എന്നറിയപ്പെടുന്നത്. 2024 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത സിനിമാ നടൻ ആരാണ്? TP മാധവനാണ്. ഓക്കെ. വയനാട് ദുരിതാശ്വാസത്തിനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FC തുടക്കം കുറിച്ച ക്യാമ്പയിൻ ആണ് ഗോൾ ഫോർ വയനാട്. എന്താണ്? ഗോൾ ഫോർ വയനാട്. ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ
ആർട്ടിസ്റ്റ് ഡാറ്റാ ബാങ്ക് പുറത്തിറക്കിയത് കേരള സംഗീത നാടക അക്കാദമിയാണ്. കേരളത്തിൽ തുടർച്ചയായി കൂടുതൽ കാലം മന്ത്രി പദവി വഹിച്ചതിന്റെ റെക്കോർഡ് നേടിയതാരാണ്? AK ശശീന്ദ്രനാണ്. AK ശശീന്ദ്രൻ. സ്വദേശി ദർശൻ പദ്ധതിയിൽ പുതുതായിട്ട് ഉൾപ്പെടുത്തിയ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? വർക്കല, കുമരകം, ബേപ്പൂര്, തലശ്ശേരി. ഓക്കെ. പ്രശസ്ത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മാരകമായ ആകാശമിട്ടായി നിലവിൽ വരുന്നത് ബേപ്പൂരാണ്. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത മലയാള സിനിമയിലെ നടി ആരാണ്? കവിയൂർ പൊന്നമ്മ. ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ QR അധിഷ്ഠിതമായ നാണയ മെഷീൻ സ്ഥാപിച്ച നഗരം ഏതാണ്? കോഴിക്കോടാണ്. തൃശൂരിലെ സ്വർണ്ണ വ്യാപാര മേഖലയിൽ സംസ്ഥാന GST വകുപ്പ് നടത്തിയ റെയ്ഡിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ ടൊറേഡൽ ഒറോ എന്ന് പറയുന്നത് കേട്ടോ. ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയ ഉദ്യാനമാക്കാൻ ഒരുങ്ങുന്നത് ഇരവികുളം ദേശീയോദ്യാനമാണ്. ഇരവികുളം ദേശീയോദ്യാനമാണ്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച KJ ബേബിയുടെ ഗോത്ര ജീവിത പശ്ചാത്തലത്തിലുള്ള നോവൽ ഏതാണ്? ഗോത്ര ജീവിത പശ്ചാത്തലത്തിലുള്ള നോവൽ ഏതാണ്? മാവേലി മന്റം. ഓക്കെ. മാവേലി മന്റം. ഓക്കെ. ക്യാൻസർ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാരുണ്യ സ്പർശം. കാരുണ്യ സ്പർശം. പ്രകൃതി ദുരന്തങ്ങൾ ഒഴിവാക്കാൻ പരിസ്ഥിതി ഓഡിറ്റിംഗ് നടത്തണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതിയാണ്. കേരളത്തിൽ ആദ്യത്തെ റോബോട്ടിക് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? തൃശ്ശൂരാണ്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കീഴിൽ നിലവിൽ വന്ന കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഏതാണ്? ഷോപ്പിയാണ്. ഷോപ്പിയാണ്. കേരളത്തില് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി സ്ഥാപിക്കുന്നത് എവിടെയാണ്? പുതുശ്ശേരിയിലാണ് കേട്ടോ. പാലക്കാടുള്ള പുതുശ്ശേരിയിലാണ്. കേരളത്തിൽ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി ആരംഭിച്ച സ്ഥലമാണ് മറവൻതുരുത്ത്. മറവൻതുരുത്ത് കോട്ടയം എന്ന് പറയുന്നത്. മറവൻതുരുത്ത് കോട്ടയം. കർഷകരെ സഹായിക്കാൻ കൃഷിയിടത്തിൽ ഏർപ്പെടുത്തുന്ന കുടുംബശ്രീയുടെ ഡ്രോൺ സംവിധാനത്തിന്റെ പേരാണ് ഡ്രോൺ ശ്രീ. ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെയാണ്? പിണറായി കണ്ണൂരാണ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ് കേട്ടോ. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരായിട്ട് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുന്നത് കേരളത്തിലാണ്. കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കൂടുതൽ പട്ടികവർഗ മേഖലകളിൽ എത്തിക്കുന്നതിന് വേണ്ടി ആരംഭിക്കുന്ന ക്യാമ്പയിനാണ് പ്രകൃതിയോടൊപ്പം. എന്താണ്? പ്രകൃതിയോടൊപ്പം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്ന ജില്ല ഏതാണ്? കോട്ടയമാണ്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്ന ജില്ലയാണ് കോട്ടയം, കടപ്പൂർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ 2024 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത സിനിമാ നടനാണ് TP മാധവൻ എന്ന് പറഞ്ഞ അപ്പൊ അമ്മയുടെ സിനിമാ സംഘടനയായിട്ടുള്ള അമ്മയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന നടനും കൂടെ ആയിരുന്നു കേട്ടോ അദ്ദേഹം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത എന്താണ്? നമ്മുടെ വീടുകളിൽ ഒറ്റപ്പെട്ടു പോയവർക്കും സാന്ത്വനം സംരക്ഷണം ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്നേഹിത എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഒരുപാട് കുടുംബശ്രീയുടെ കാര്യങ്ങൾ നോക്കിയില്ലേ. അപ്പൊ കുടുംബശ്രീയുടെ തന്നെ പദ്ധതി എന്താണ്? സ്നേഹിതയാണ്. സ്നേഹിത. വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ രാജ്യത്ത് എവിടെ പോയാലും അതിൽ നിന്ന് ഇന്റർനെറ്റ് ഉപയോഗിക്കാവുന്ന BSNLന്റെ സേവനം ഏതാണ്? സർവത്ര എന്നാണ് BSNLന്റെ സേവനം. ഓക്കെ. കേന്ദ്ര സർക്കാരിന്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡ് സ്വന്തമാക്കിയ കേരളത്തിലെ വില്ലേജുകൾ ഏതാണ്? കുമരകം, കോട്ടയം, കടലുണ്ടി, കോഴിക്കോട്. ആദ്യത്തെ മൃഗശ്മശാനം നിലവിൽ വരുന്നത് എവിടെയാണ്? തൃശ്ശൂരാണ് കേട്ടോ. മൃഗശ്മശാനം നിലവിൽ വരുന്നത്. അതുപോലെ മെത്തനോളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വൈദ്യുതി നിലയം എവിടെയാണ് നിലവിൽ വരുന്നത്? കായംകുളത്താണ് നിലവിൽ വരുന്നത്. പക്ഷാഘാതം നിർണ്ണയിക്കുന്നതിന് മുമ്പ് താമസം ഒഴിവാക്കി പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് തയ്യാറാക്കുന്ന പദ്ധതിയാണ് മിഷൻ സ്ട്രോക്ക് എന്ന് പറയുന്നത്. മിഷൻ സ്ട്രോക്ക്. സംസ്ഥാന ഭിന്നശേഷി കലാമേളയുടെ വേദിയാവുന്ന ജില്ല ഏതാണ്? കാസർഗോഡ്. കലാമേളയ്ക്ക് നൽകിയ പേരെന്ന് പറയുന്നത് അഭിന്നം എന്നാണ് പേര്. കേരളത്തിലെ എറണാകുളം ജംഗ്ഷൻ മുതൽ ഷൊർണൂർ ജംഗ്ഷൻ വരെയുള്ള റെയിൽ പാതകളിൽ തീവണ്ടികൾ കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാനായിട്ട് നിലവിൽ വരുന്ന സംവിധാനമാണ് കവച് എന്ന് പറയുന്നത്. എന്താണ്? കവച് എന്ന് പറയുന്നത് കേട്ടോ. കവച്. അതുപോലെ തന്നെ എന്താണ്? മജ്ജ മാറ്റിവെക്കൽ ചികിത്സയ്ക്ക് സഹായകമാകുന്ന ബോൺ മാരോ ഡോൺ രജിസ്ട്രി തയ്യാറാക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ബോൺ മാരോ ഡോണർ രജിസ്ട്രി തയ്യാറാക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഓക്കെ. കോഴിക്കോട് ആസ്ഥാനമായിട്ടുള്ള ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിലെ ഗവേഷകർ വികസിപ്പിച്ച പുതിയ ഇനം കുരുമുളകാണ് ISSR ചന്ദ്ര എന്ന് പറയുന്നത്. ഓക്കെ. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയ കോൾ സെന്റർ ഏതാണ്? സഹജയാണ്. സഹജ. കൊച്ചിയിൽ നടന്ന 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി നേടിയ ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായിട്ട് സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ്
തെളിമ എന്ന് പറയുന്നത്. അനധികൃത ഖനനം തടയാനായിട്ട് ഇന്ത്യയിൽ ആദ്യമായി ഡ്രോൺ സർവേ നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഡ്രോൺ നടപ്പിലാക്കുന്നത് കേരളത്തിലാണ്. ഇന്ത്യയുടെ ഇലക്ട്രോണിക് വ്യവസായ രംഗത്തെ അതികായനും പ്രമുഖ ഇലക്ട്രോണിക് ഉൽപ്പന്ന നിർമ്മാണ കമ്പനിയുടെ BPL, അതായത് ബ്രിട്ടീഷ് ഫിസിക്കൽ ലബോറട്ടറി ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡിൽ ഗ്രൂപ്പ് സ്ഥാപകനുമായിരുന്ന TPG നമ്പ്യാർ. ഓക്കെ, ആരാണ്? TPG നമ്പ്യാർ. അപ്പൊ അതിൽ നമ്മൾ ഇത്രയും നേരം നോക്കിയത് നമ്മുടെ ജനുവരിയിലെ ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ. ജനുവരിയിലുള്ള അതായത് 2024 അവസാനത്തോട് കൂടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ജനുവരിയിലെ ഫസ്റ്റ് എഡിഷനിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ജനുവരിയുടെ രണ്ടാമത്തെ എഡിഷനിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇനി അടുത്തത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതും കൂടെ ഏതാന്ന് നോക്കാം. ഓക്കെ, വീഡിയോ കുറച്ച് ലെങ്ത് ആവുന്നുണ്ട് കേട്ടോ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പൊ അടുത്തത് പറഞ്ഞതുപോലെ തന്നെ 2025 കേട്ടോ. അതിന്റെ ജനുവരിയില് കറണ്ട് അഫയേഴ്സിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, അപ്പൊ അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കുറച്ച് പേജസ് ഉണ്ട്. ഇത് കൂടെ കഴിഞ്ഞു കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനുവരിയിലുള്ള കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമുക്ക് ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. ഓക്കെ, അപ്പൊ ആദ്യത്തെ എന്ന് പറയുന്നത് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ അവസാനത്തെ നോവൽ ഏതാണ്? എന്താണ്? ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ അവസാനത്തെ നോവൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? അതായത് അൺടിൽ ഏജന്റ്. എന്താണ്? അൺടിൽ ഏജന്റ് എന്നുള്ളതാണ് അവസാനത്തെ നോവൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ഷമിക്കണം, അൺടിൽ ഓഗസ്റ്റ് എന്നാണ് കേട്ടോ. അൺടിൽ ഏജന്റ് അല്ല, അൺടിൽ ഓഗസ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ 19ാമത് ചേരിചേരാ സമ്മേളനത്തിന് വേദിയാവുന്നത് എവിടെയാണ്? കമ്പാലയാണ് കേട്ടോ. കമ്പാല, ഉഗാണ്ട. 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? റഷ്യയാണ് 2024 ബ്രിക്സിന് ആതിഥേയത്വം വഹിച്ചത്. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്കയാണ്. 2024 ആരായിരുന്നു? ബ്രസീലായിരുന്നു. 2024 ബ്രസീലായിരുന്നു. ഓക്കെ, ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിട്ട് തുടർച്ചയായി 4ാം തവണ തിരഞ്ഞെടുക്കപ്പെടുകയും പിന്നീട് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനൊടുവിൽ പദവി രാജിവെച്ച് രാജ്യം വിടേണ്ടി വരികയും ചെയ്ത നേതാവ് ആരാണ്? ഷെയ്ഖ് ഹസീനയാണ്. ഓക്കെ, 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇമ്പോർട്ടന്റ് ആണ്. ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ഏതൊക്കെയാണ്? ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ഓക്കെ, UN ഏത് വർഷമായിട്ടാണ് 2024 പ്രഖ്യാപിച്ചിട്ടുള്ളത്? അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ് 2024. ഓക്കെ, ഫോക്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി ഏതാണ്? മൂല്യമേറിയ കറൻസി കുവൈറ്റ് ദിനാറാണ് കേട്ടോ. കുവൈറ്റ് ദിനാറാണ്. 2024 ഗ്ലോബൽ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം ഏതാണ്? ഏറ്റവും ശക്തമുള്ള സൈന്യമുള്ള രാജ്യം ഏതാണ്? അമേരിക്കയാണ്. ഇന്ത്യയുടെ സ്ഥാനം 4ആണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി ആരാണ്? ലൈക്കോണോര നെൻകോയാണ്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 54ാമത് വാർഷിക സമ്മേളനത്തിന്റെ വേദി എവിടെയാണ്? വേദി ദാവോസ് ആണ് അല്ലെ. സ്വിറ്റ്സർലൻഡിലാണ് വേദി. കേൾവി ശക്തിയുടെ പ്രാഥമിക പരിശോധനകൾക്കായിട്ട് ലോകാരോഗ്യ സംഘടനയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഹിയർ WHO. എന്താണ്? ഹിയർ WHO ആണ്. ഓക്കെ, അടുത്തത് എന്താണ്? തൊഴിൽ നിയമ ലംഘനം. എന്താണ്? തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷ വിധിച്ച സമാധാന നൊബേൽ സമ്മാന ജേതാവ് ആരാണ്? മുഹമ്മദ് യൂനൂസ് ആണ്. ഓക്കെ, അടുത്ത എന്താണ്? 2024 ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏതാണ്? ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ചത് ഏതാണ്? മൗണ്ട് ലെവോട്ടോബി. എന്താണ്? മൗണ്ട് ലെവോട്ടോബി ലാക്കി. ഓക്കെ, മൗണ്ട് ലെവോട്ടോബി ലാക്കിയാണ്. ഓക്കെ, റെയ്ക്കാനസ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച രാജ്യം ഏതാണ്? റെയ്ക്കാനസ് പൊട്ടിത്തെറിച്ച രാജ്യം എന്ന് പറയുന്നത് ഐസ്ലൻഡ് ആണ്. ലോകത്തിലെ ഏറ്റവും അധികം ഗതാഗത കുരുക്കുള്ള നഗരം ലണ്ടൻ ആണ്. 2023 ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഡെൻമാർക്ക് ആണ് കേട്ടോ. അപ്പൊ ഇന്ത്യയുടെ ആണെങ്കിൽ സ്ഥാനം എത്രയാണ്? ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ 93 ആണ്. എത്രയാണ്? ഇന്ത്യയുടെ 93 ആണ് കേട്ടോ. 93 ആണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, 2023 ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അഴിമതി കൂടുതലുള്ള രാജ്യം ഏതാണ്? കുറവ് ഡെൻമാർക്ക് ആണെന്ന് പറഞ്ഞു. അപ്പൊ കൂടുതലുള്ള രാജ്യം ഏതാണ്? അത് സൊമാലിയാണ്. എവിടെയാണ്? സൊമാലിയാണ് രാജ്യം എന്ന് പറയുന്നത്. ഓക്കെ,
അടുത്ത എന്താണ്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പ് ഏതാണ്? ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ആപ്പ് ഏതാണ്? ഇൻസ്റ്റഗ്രാം ആണ്. ചാറ്റ് ജിപിടിക്ക് ബദലായിട്ട് എലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോം ഏതാണ്? ഏതാണ് പ്ലാറ്റ്ഫോം? ഗ്രോക്ക് ആണ് കേട്ടോ. ഗ്രോക്ക് ആണ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ആദ്യമായിട്ട് മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച് ഇലോൺ മസ്കിന്റെ കമ്പനി ഏതാണ്? ന്യൂറ ലിങ്ക് ആണ്. ഓക്കെ. അതുപോലെ ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്ന് കന്നി യാത്ര തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഏതാണ്? ഐക്കൺ ഓഫ് ദി സീസ് ആണ്. ഓക്കെ. ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലായ ഐക്കൺ ഓഫ് ദി സീസിന് പേര് നൽകിയ ഫുട്ബോൾ താരം ഏതാണ്? ലയണൽ മെസ്സിയാണ് കേട്ടോ. മെസ്സിയാണ് പേര് നൽകിയത്. ഓക്കെ. 2024 ലോകസുന്ദരിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റീന പിസ്കോവ. ആരാണ്? ക്രിസ്റ്റീന പിസ്കോവയാണ്. ചെക്ക് റിപ്പബ്ലിക്. ഓക്കെ. 2024 ലോകസുന്ദരി മത്സരത്തിന്റെ വേദി എവിടെയായിരുന്നു? മുംബൈ ആയിരുന്നു. 2024 വേദി എന്ന് പറയുന്നത് മുംബൈ ആണ്. നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യമാണ് സ്വീഡൻ എന്ന് പറയുന്നത്. എവിടെയാണ്? സ്വീഡൻ. രഹസ്യ സ്വഭാവമുള്ളതും രാജ്യസുരക്ഷയെ ബാധിക്കുന്നതുമായിട്ടുള്ള രേഖകൾ പരസ്യമാക്കിയ കേസിൽ 10 വർഷത്തേക്ക് കോടതി ശിക്ഷിച്ച മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആരാണ്? ഇമ്രാൻഖാൻ ആണ്. ആരാണ്? ഇമ്രാൻഖാൻ ആണ് വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ. 2024 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം എന്താണ്? യെസ് വി ക്യാൻ എൻഡ് ടി ബി ട്ടോ. എന്താണ്? യെസ് വി ക്യാൻ എൻഡ് ടി ബി ആണ് പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത എന്താണ്? ലോകത്തിലെ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് എന്താണ്? ബീറ്റ് ലെപ്രോസി. എന്താണ്? ബീറ്റ് ലെപ്രോസി എന്നുള്ളതാണ് കുഷ്ഠരോഗത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത നോക്കിയാലോ. ഭൂമിക്കപ്പുറത്ത് ജീവന്റെ സാധ്യത അന്വേഷിക്കാൻ 2024. ഓക്കെ. എന്താണ്? ഭൂമിക്കട്ടോ 2024 ഭൂമിക്കപ്പുറത്ത് ജീവന്റെ സാധ്യത അന്വേഷിക്കാനായിട്ട് 2024 ഒക്ടോബറില് നമ്മുടെ ഒക്ടോബർ 14 കേട്ടോ. ഒക്ടോബർ 14 വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പനിലേക്ക് നാസ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? നാസ വിക്ഷേപിച്ച ഉപഗ്രഹം യൂറോപ്പ ക്ലിപ്പർ. എന്താണ്? യൂറോപ്പ ക്ലിപ്പർ ആണ്. 2025 UN കാലാവസ്ഥ ഉച്ചകോടിക്ക് COP30 വേദിയാവുന്ന രാജ്യം ഏതാണ്? ബ്രസീലാണ് രാജ്യം എന്ന് പറയുന്നത്. അടുത്തിടെ ടിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം ഏതാണ്? ടിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ചത് ചൈനയാണ്. ഓക്കെ. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായിട്ടുള്ള പോയിന്റ് നെമോയിൽ എത്തിയ ആദ്യത്തെ വ്യക്തിയാണ് ക്രിസ് ബ്രൗൺ. എവിടത്തുകാരനാണ്? ബ്രിട്ടൻകാരനാണ്. ഓക്കെ. റഷ്യ അടുത്തിടെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മുൻ ലോക ചെസ് ചാമ്പ്യൻ ആരാണ്? ഗാരി കാസ്പറോവ് ആണ്. ആരാണ്? ഗാരി കാസ്പറോവ് ആണ്. ലോക സന്തോഷ സൂചിയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? ഫിൻലൻഡ് ആണ് അല്ലെ? ഓൾവേസ്. അപ്പോ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 126 ആണ്. ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം ഏതാണ്? അത് അഫ്ഗാനിസ്ഥാനാണ്. 143 ആണ് അല്ലെ? വലിയ ദൂരമൊന്നും ഇല്ല അല്ലെ നമ്മൾ അവരും തമ്മില്. ഓക്കെ. ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ 1ാമതുള്ള രാജ്യം സ്വിറ്റ്സർലൻഡ് ആണ്. ഐക്യരാഷ്ട്രസഭയുടെ 2022 കേട്ടോ മാനവവികസന സൂചികയിൽ 1ാമതുള്ള രാജ്യം ഏതാണ്? സ്വിറ്റ്സർലൻഡ് ആണ്. ഓക്കെ. അപ്പൊ 2022 മാനവവികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 134 ആണ്. എത്രയാണ്? 134 ആണ്. ഓക്കെ. അടുത്തെന്താണ്? ബ്ലൂംബർഗ് കേട്ടോ. ബ്ലൂംബർഗ് ശതകോടീശ്വര സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും സമ്പന്നൻ. ഓക്കെ. ഇത് പ്രകാരം ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ജെഫ് ബെനോസ് ആണ്. ആരാണ്? ജെഫ് ബെനോസ് ആണ്. ആമസോണിന്റെ സ്ഥാപകൻ. ഓക്കെ. ലോക വ്യാപാര സംഘടനയിൽ അംഗമായ പുതിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? തിമൂർ ലെസ്റ്റ, അതുപോലെ തന്നെ കൊമോറസ്. എന്താണ്? തിമൂർ ലെസ്റ്റ, കൊമോറസ് എന്നിവയാണ്. ഓക്കെ. നേപ്പാളിന്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത് എവിടെയാണ്? പൊക്കറയാണ്. എവിടെയാണ്? പൊക്കറ. എന്താണ്? നമ്മുടെ നേപ്പാളിന്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത് പൊക്കറയാണ്. ഓക്കെ. അടുത്ത എന്താണ്? ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ 3D പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വരുന്ന രാജ്യം. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വരുന്ന രാജ്യം ഏതാണ്? അത് സൗദി അറേബ്യയാണ്. മനുഷ്യനെ നൂറ്റാണ്ടിന് ശേഷം വീണ്ടും ചന്ദ്രനിൽ എത്തിക്കാനുള്ള നാസയുടെ ദൗത്യമാണ് ആർട്ടമിസ്. എന്താണ്? ആർട്ടമിസ് എന്ന് പറയുന്നത് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യത്തെ പേടകമാണ് ഒഡീസിയസ്. എന്താണ്? ഒഡീസിയസ് എന്ന് പറയുന്നത് കേട്ടോ. ഒഡീസിയസ്. ഓക്കെ.
മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ആത്മകഥ എഴുതിയത് ആരാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. എന്താണ്? മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്നുള്ളത് എഴുതിയിട്ടുള്ളത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. ഓക്കെ, അടുത്തത് എന്താണ്? അടുത്തത് 2024 ലോക പുസ്തക പകർപ്പവകാശ ദിനത്തിന്റെ ഏപ്രിൽ 23 കേട്ടോ പ്രമേയം എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. റീഡ് യുവർ വേ. എന്താണ്? റീഡ് യുവർ വേ എന്നുള്ളതാണ്. യുനെസ്കോ 2024 ലോക പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തത് എവിടെയാണ്? സ്ട്രാസ്ബർഗ് ആണ്, ഫ്രാൻസ്. സ്ട്രാസ്ബർഗ്, ഫ്രാൻസ്. 2024 ലോക ഭൗമ ദിനത്തിന്റെ ഏപ്രിൽ 22 പ്രമേയം എന്ന് പറയുന്നത് പ്ലാനറ്റ് വിസസ് പ്ലാസ്റ്റിക്സ് ആണ്. പ്ലാനറ്റ് വിസസ് പ്ലാസ്റ്റിക്സ് ആണ്. ഓക്കെ, അടുത്ത എന്താണ്? 71 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന വാൽനക്ഷത്രമാണ് ഡെവിൾ ധൂമകേതു. എന്താണ്? ഡെവിൾ ധൂമകേതു. ഓക്കെ, 2024 ഏപ്രിലിൽ G7 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം നടന്ന രാജ്യമാണ് ഇറ്റലി, കാപ്രി ദ്വീപ്. എവിടെയാണ്? ഇറ്റലി, കാപ്രി ദ്വീപാണ്. ഓക്കെ, കൊലയാളി ഗുഹ. എന്താണ്? കൊലയാളി ഗുഹ എന്നറിയപ്പെടുന്ന എൽഗോൺ പർവ്വതത്തിലെ കിത്തും ഗുഹ സ്ഥിതി ചെയ്യുന്ന രാജ്യം എവിടെയാണ്? കൊലയാളി ഗുഹ എന്നറിയപ്പെടുന്ന എൽഗോൺ പർവ്വതത്തിലെ കിത്തും ഗുഹ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് കെനിയ എന്ന് പറയുന്നത്. ഇറാന്റെ സഹായത്തോടെ നിർമ്മിച്ച ഉമാ ഓയ ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ശ്രീലങ്കയിലാണ്. വിനോദസഞ്ചാരികൾക്ക് പ്രവേശന ഫീസ് ഏർപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ നഗരം എന്താണ്? വെനീസ് ആണ് കേട്ടോ. ഇറ്റലി, വെനീസ് ആണ്. ഓക്കെ, ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ലേസർ വികസിപ്പിച്ച രാജ്യം ഏതാണ്? റൊമാനിയാണ്. എവിടെയാണ്? റൊമാനിയ. അന്തരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവ് ആരാണ്? അലക്സി നവാൽനിയുടെ ഓർമ്മക്കുറിപ്പ്. അന്തരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനിയുടെ ഓർമ്മക്കുറിപ്പാണ് പാട്രിയറ്റ് എന്ന് പറയുന്നത്. എന്താണ്? പാട്രിയറ്റ് എന്ന് പറയുന്നത്. റഷ്യൻ ആക്രമണത്തിൽ തകർന്ന ട്രിപ്പിൾസ്ക തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഉക്രൈൻ എന്ന് പറയുന്നത്. എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം. എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമാണ് ഹാർട്ട്സ്ഫീൽഡ് ജാക്സൺ അറ്റ്ലാന്റ് അന്താരാഷ്ട്ര വിമാനത്താവളം. ഓക്കെ, ഹാർട്ട്സ്ഫീൽഡ് ജാക്സൺ അറ്റ്ലാന്റ് അന്താരാഷ്ട്ര വിമാനത്താവളം USA ലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? അടുത്തത് 2024 എന്താണ്? 2024 ഏപ്രിൽ 17 പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്തോനേഷ്യയിലാണ്. റുവാങ് ഇന്തോനേഷ്യയിലാണ്. ഓക്കെ, ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് തകർന്ന ഗാസയിലെ കൊട്ടാരം ഏതാണ്? അൽബാഷ കൊട്ടാരമാണ്. ഏതാണ്? അൽബാഷ കൊട്ടാരമാണ്. ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് നൽകിയ പേര് എന്താണ്? ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 2. എന്താണ്? ഓപ്പറേഷൻ പ്രോമിസ് 2 ആണ്. ഓക്കെ, 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി ഏതാണ്? അബുദാബിയാണ്. ഓക്കെ, 2024 ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി അബുദാബിയാണ്. സ്കൈട്രാക്സ് വേൾഡ് എയർപോർട്ട്സ് ഇൻഡെക്സ് 2024 പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം ഏതാണ്? ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം. IMFന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? ക്രിസ്റ്റലീന ജോർജീവ. ലോകത്ത് ആദ്യമായിട്ട് മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV എന്ന വാക്സിൻ പുറത്തിറക്കിയ രാജ്യമാണ് നൈജീരിയ. അത് ഈ ഇടയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. എല്ലാം ചോദിച്ചത് തന്നെയാണ് കേട്ടോ. അവിടെ ഇവിടെയായിട്ടൊക്കെ ഓരോന്നെല്ലാം ചോദിച്ചത് തന്നെയാണ്. പക്ഷെ ഓർമ്മയുള്ളത് ഇങ്ങനെ എടുത്തു പറയുന്നു മാത്രമേ ഉള്ളൂ. യൂറോപ്യൻ ജാപ്പനീസ് സ്പേസ് ഏജൻസികളുടെ ബുധൻ ഗ്രാഹത്തിലേക്കുള്ള സംയുക്ത ദൗത്യം ഏതാണ്? ബെപ്പി കൊളംബോ. ഓക്കെ, ഏത് രാജ്യത്തിന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് ജുഡിത്ത് സുമിൻവ ടുലുക നിയമിതനായത്? ഏതിന്റെയാണ്? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെയാണ് പ്രധാനമന്ത്രിയായിട്ട് നിയമിതയായത്. ഓക്കെ, അടുത്ത എന്താണ്? 2024 കേട്ടോ. 2024 എന്താണ്? 2024 മാർച്ചില് ദ്വീപ് രാഷ്ട്രമായിട്ടുള്ള മഡഗാസ്കറിൽ വീശിയ ചുഴലിക്കാറ്റ് എന്താണ് അറിയപ്പെടുന്നത്? ഗമാനെ എന്നാണ് അറിയപ്പെടുന്നത്. ഗമാനെ. ഓക്കെ, 2024 ബ്രിട്ടനിൽ നാശം വിതച്ച കൊടുങ്കാറ്റാണ് കാത്തലിൻ എന്ന് പറയുന്നത്. ബ്രിട്ടനിൽ നാശം വിതച്ച കൊടുങ്കാറ്റ് ഏതാണ്? കാത്തലിൻ ആണ്. നാറ്റോ രൂപീകരിച്ചതിന്റെ എത്രാമത് വാർഷികമാണ് 2024 ആഘോഷിച്ചത്? 75ാമത് വാർഷികമാണ്. 75ാമത് വാർഷികം. ഓക്കെ, അന്താരാഷ്ട്ര മാധ്യമമായിട്ടുള്ള അൽ ജസീറ നിരോധിക്കുവാനായിട്ട് തീരുമാനിച്ച രാജ്യം ഏതാണ്? അൽ ജസീറ നിരോധിക്കുന്ന രാജ്യം ഏതാണ്? ഇസ്രായേലാണ്. ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച ഇറാൻ പ്രസിഡന്റ് ആരാണ്? ഇബ്രാഹിം റൈസിയാണ്. മെഴുകുപയോഗിച്ച് പ്രവർത്തിക്കുന്ന SR-75 എന്ന റോക്കറ്റ് വിജയകരമായിട്ട് വിക്ഷേപിച്ച രാജ്യമാണ് ജർമ്മനി എന്ന് പറയുന്നത്. ഏതാണ് രാജ്യം എന്ന് പറയുന്നത്? ജർമ്മനിയാണ് രാജ്യം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്?
അടുത്ത ക്വസ്റ്റ്യൻ 2024 ഏപ്രിൽ അന്തരിച്ച ഡാനിയൽ കാനമാൻ ഏത് മേഖലയിലാണ് നൊബേൽ സമ്മാനം നേടിയത്? സാമ്പത്തിക ശാസ്ത്രത്തിലാണ് നേടിയത്. ബിഹേവിയറൽ എക്കണോമിക്സിന്റെ തുടക്കക്കാരനാണ്. എന്താണ്? ബിഹേവിയറൽ എക്കണോമിക്സിന്റെ തുടക്കക്കാരനാണ്. ദൈവഗണം ഹിഗ്സ് ബോസോൺ എന്ന പുതിയ അടിസ്ഥാന കണികയുടെ അസ്തിത്വം പ്രവചിച്ച 2024 അന്തരിച്ച ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞൻ ആരാണ്? പീറ്റർ ഹിഗ്സ് ആണ്. ആരാണ്? പീറ്റർ ഹിഗ്സ് ആണ് കേട്ടോ. പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായിട്ട് പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനം ഏതാണ്? പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായിട്ട് പ്രഖ്യാപിച്ചത് അരിസോണയാണ് കേട്ടോ. അരിസോണ. ചേര രാജാക്കന്മാരുടെ കാലത്ത് 2000-ഓളം വർഷം പഴക്കമുള്ള ചെമ്പു നാണയം കണ്ടെടുത്ത രാജ്യമാണ് ഈജിപ്റ്റ് എന്ന് പറയുന്നത്. 2000 വർഷം പഴക്കമുള്ള ചെമ്പ് നാണയം കണ്ടെത്തിയത് ഈജിപ്തിലാണ്. ഔദ്യോഗിക പരിപാടികളിൽ ചുവന്ന പരവതാനി നിരോധിച്ച ഏഷ്യൻ രാജ്യം ഏതാണ്? പാകിസ്ഥാനാണ് ചുവന്ന പരവതാനി നിരോധിച്ചത്. സ്റ്റാർഗേറ്റ് എന്ന പേരിൽ AI സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കുവാൻ ഓപ്പൺ AIയോടൊപ്പം സഹകരിക്കുന്ന ടെക് കമ്പനി ഏതാണ്? മൈക്രോസോഫ്റ്റ് ആണ് ടെക് കമ്പനി എന്ന് പറയുന്നത്. 2024 മെയ്യിൽ അന്തരിച്ച കനേഡിയൻ സാഹിത്യകാരിയാണ് ആലിസ് മൺറോ. ആരാണ്? ആലിസ് മൺറോ. ഓക്കെ. 2024 കാലാവസ്ഥ ഉച്ചകോടി COP29 വേദി എവിടെയാണ്? ബാക്കു ആണ് കേട്ടോ. അസർബൈജാനാണ് ബാക്കു എന്ന് പറയുന്നത്. 2025 ലോക കാലാവസ്ഥയുടെ ഉച്ചകോടി എവിടെയാണ് വേദി എന്ന് പറയുന്നത്? വേദി ബെലെം ദോ പാര. എന്താണ്? ബെലെം ദോ പാര ബ്രസീലാണ്. ഈ വർഷം ബെലെം ദോ പാരയിലാണ് ഉച്ചകോടി എന്ന് പറയുന്നത്, ലോക കാലാവസ്ഥ ഉച്ചകോടി എന്ന് പറയുന്നത്. ഓക്കെ. ലോകത്തിലെ ആദ്യത്തെ AI നയതന്ത്രജ്ഞ ആരാണ്? വിക്ടോറിയ ഷീ ആണ്. ആരാണ്? വിക്ടോറിയ ഷീ ഉക്രൈനാണ്. വിഷാദ രോഗത്തെ ചികിത്സിക്കാനായിട്ട് ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ സൈക്യാട്രി വിഭാഗം തയ്യാറാക്കിയ AI സൈക്യാട്രിസ്റ്റിന്റെ പേരാണ് പെട്രൂഷ്ക. ആരാണ്? പെട്രൂഷ്ക. ഓക്കെ. നിരവധി തവണ പൊട്ടിത്തെറിച്ച സെമേരു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? അത് ഇന്തോനേഷ്യയാണ്. എവിടെയാണ്? ഇന്തോനേഷ്യയാണ്. ഓക്കെ. 2024 മെയ്യിൽ പൊട്ടിത്തെറിച്ച ഇബു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം. 2024 മെയ്യിൽ പൊട്ടിത്തെറിച്ച ഇബു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. ആണവ അപകടം സംഭവിച്ചേക്കാമെന്ന് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി മുന്നറിയിപ്പ് നൽകിയ യുക്രൈനിലെ ആണവ നിലയം ഏതാണ്? അതെന്ന് പറയുന്നത് സാപ്പോറിഷ്യാണ്. ഏതാണ്? സാപ്പോറിഷ്യ. ഓക്കെ. 2024 ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ സന്ദേശം, പുകയില വിരുദ്ധ ദിനം എന്നാണ്? മെയ് 31-നാണ്. അപ്പൊ അതിന്റെ സന്ദേശം എന്ന് പറയുന്നത് എന്താണ്? പുകയില വ്യവസായ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക. പുകയില വ്യവസായ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക. ഓക്കെ. കനത്ത മഴയെ തുടർന്ന് തകർന്ന ഓൾഡ് കിജാബെ ഡാം സ്ഥിതി ചെയ്യുന്ന രാജ്യം എവിടെയാണ്? കെനിയയിലാണ് ഓൾഡ് കിജാബെ ഡാം സ്ഥിതി ചെയ്യുന്നത്. 2024 നടക്കുന്ന 50ാമത് G7 ഉച്ചകോടിയുടെ വേദി. 2024 നടക്കുന്ന 50ാമത് G7 ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് ഇറ്റലിയാണ്. ഓക്കെ. AI സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിലെ ആദ്യത്തെ ഉടമ്പടി, AI സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്? ബ്ലെച്ചലി ഉടമ്പടി എന്നാണ് പറയപ്പെടുന്നത്. എന്താണ്? ബ്ലെച്ചലി ഉടമ്പടി. 2024 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മണൽ എന്നർത്ഥം വരുന്ന റിമാൽ ചുഴലിക്കാറ്റിന് നൽകിയ പേര് നൽകിയ രാജ്യം ഏതാണ്? റിമാൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യമാണ് ഒമാൻ എന്ന് പറയുന്നത്. ആണവ സുരക്ഷ സംബന്ധിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന് ഐക്കൺസ് 224ന്റെ വേദിയായത് വിയന്നയാണ്. വിയന്ന ഓസ്ട്രിയയാണ്. സൗരയൂഥത്തിന് പുറത്ത് 40 പ്രകാശവർഷം അകലെയുള്ള ഗ്ലീസ് 12b എന്ന ഗ്രഹത്തെ കണ്ടെത്തിയത് ആരാണ്? നാസയാണ്. ഗ്ലീസ് 12b എന്ന ഗ്രഹത്തെ കണ്ടെത്തിയത് നാസയാണ്. കാലാവസ്ഥാ വ്യതിയാനം കാരണം എല്ലാ ഹിമാനികളും നഷ്ടപ്പെടുന്ന, അതായത് കാലാവസ്ഥാ വ്യതിയാനം കാരണം എല്ലാ ഹിമാനികളും നഷ്ടപ്പെടുന്ന ആദ്യത്തെ രാജ്യമായി മാറാൻ പോകുന്ന രാജ്യം ഏതാണ്? വെനസ്വലയാണ് കേട്ടോ. വെനസ്വല. ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള നീന്തൽക്കുളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിമ്പുലാണ്. തിമ്പു ഭൂട്ടാനിലാണ്. 2024 ഗവേഷകർ കണ്ടെത്തിയ നൈൽ നദിയുടെ നഷ്ടപ്പെട്ട കൈവഴി ഏതാണ്? ഏതാണ് നൈൽ നദിയുടെ നഷ്ടപ്പെട്ട കൈവഴി? അഹ്റമത്താണ്. ഏതാണ്? അഹ്റമത്ത്. പരിസ്ഥിതി സംരക്ഷണത്തിന് മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് 10 വർഷത്തെ ബ്ലൂ റെസിഡൻസി വിസ പ്രഖ്യാപിച്ച രാജ്യമാണ് UAE എന്ന് പറയുന്നത്. എന്താണ്? UAE എന്ന് പറയുന്നത്. ലാ മൊറൈനാഡ. എന്താണ്? ലാ മൊറൈനാഡ നൃത്തരൂപത്തിന്റെ ഉത്ഭവത്തെ ചൊല്ലിയുള്ള അവകാശവാദത്തില് തർക്കത്തിലുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാണ് പെറുവും കൊളംബിയയും. എന്താണ്? പെറുവും ബൊളീവിയയും. പെറുവും ബൊളീവിയ. ലോകത്ത് ആദ്യമായിട്ട് 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം, 6G അല്ലെ പുറത്തിറക്കിയത് എവിടെയാണ്? ജപ്പാനിലാണ് കേട്ടോ. ജപ്പാനിലാണ് 6G ഡിവൈസ് പുറത്തിറക്കിയത്. ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനീഷ്യേറ്റീവ് റിപ്പോർട്ട് പ്രകാരം അമേരിക്കയെ പിന്തള്ളി ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായിട്ട് മാറിയ രാജ്യം ഏതാണ്? ചൈനയാണ് രാജ്യം എന്ന് പറയുന്നത്. ലോകത്തിലെ ആദ്യത്തെ AI സുരക്ഷാ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ് AI സുരക്ഷാ ഉച്ചകോടി നടന്നത്. 10ാമത് വേൾഡ് വാട്ടർ ഫോറത്തിന്റെ വേദി എവിടെയാണ്? ബാലിയാണ്. ഇന്തോനേഷ്യ, ബാലി. 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ്? റോട്ടർഡാം ആണ്, നെതർലാൻഡ്. റോട്ടർഡാം നെതർലാൻഡ് ആണ്. ഓക്കെ.
റഷ്യയുടെ പ്രസിഡന്റ് ആയിട്ട് 5ാം തവണ, അതായത് റഷ്യയുടെ പ്രസിഡന്റ് ആയിട്ട് 5ാമത്തെ തവണയും ചുമതലയേറ്റത് ആരാണ്? വ്ളാഡിമിർ പുടിനാണ്. ഓക്കെ, ലോകത്ത് ആദ്യമായിട്ട് ചന്ദ്രന്റെ സമ്പൂർണ്ണ ഹൈ ഡെഫിനിഷൻ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. ഓക്കെ, ചൈന പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക വിമാനവാഹിനി കപ്പലാണ് ഫുജിയാൻ. എന്താണ് ഫുജിയാൻ എന്ന് പറയുന്നത്? തെക്കൻ പസഫിക് സമുദ്രത്തിലെ ദ്വീപായ സോളമൻ ദ്വീപിലെ പുതിയ പ്രധാനമന്ത്രിയാണ് ജെറമിയ മാനലെ. എന്താണ് ജെറമിയ മാനലെ? 2024 ഏപ്രിലില് ഗുജറാത്തിലെ ബന്നി സമതലത്തിൽ കണ്ടെത്തിയ നാസയുടെ ഉപഗ്രഹം ഏതാണ്? ലാൻഡ്സാറ്റ് 8 ആണ്. ലാൻഡ്സാറ്റ് 8 ആണ് കേട്ടോ. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചിഹ്നഗ്രഹമായിട്ടുള്ള സൈക്ക് 16ലേക്ക് അമേരിക്കയുടെ നാസ അയച്ച പേടകം ഏതാണ്? സൈക്കിയാണ് കേട്ടോ, സൈക്കി. ഓക്കെ, 2024 ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ എത്രയാണ്? 159ആണ്. ഒന്നാം സ്ഥാനം ആർക്കാണ്? നോർവേക്കാണ്. നോർവേ. ലോക പരിസ്ഥിതി ദിനാചരണത്തില് 2024 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് സൗദി അറേബ്യയാണ്. ഏതാണ്? സൗദി അറേബ്യ. അടുത്തിടെ സ്ഫോടനമുണ്ടായ കൻലോൺ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഫിലിപ്പീൻസ് ആണ്. കൻലോൺ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഫിലിപ്പീൻസിലാണ്. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം. ഓക്കെ, വരൾച്ച പ്രതിരോധം. അടുത്ത നോക്കിയാലോ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ കേട്ടോ. എന്താണ്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ചാങ്-E6 ഏത് രാജ്യത്തിന്റെ പേടകമാണ്? ഏത് രാജ്യത്തിന്റെയാണ്? ചൈനയുടെയാണ്. ക്രിമിനൽ കേസുകളിൽ കുറ്റക്കാരനാക്കപ്പെടുന്ന ആദ്യത്തെ മുൻ US പ്രസിഡന്റ് ആരാണ്? ഡൊണാൾഡ് ട്രംപ് ആണ്. 5 വർഷത്തെ തടവിന് ശേഷം ബ്രിട്ടനിലെ ജയിലിൽ നിന്നും മോചിതനായ വിക്കിലീക്സ് സ്ഥാപകൻ ആരാണ്? ജൂലിയൻ അസാഞ്ചെയാണ്. ജൂലിയൻ അസാഞ്ചെയാണ്. യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഉർസുല വോൺ ആണ്. ആരാണ്? ഉർസുല വോൺ ആണ്. ഉർസുല വോൺ. ഓക്കെ, ഉർസുല വോൺ ആണ് യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, മെക്സിക്കോയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ക്ലോഡിയ ഷെൻബോം ആണ്. ആരാണ്? ക്ലോഡിയ ഷെൻബോം. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് ബഹിരാകാശ യാത്രികരുമായിട്ട് 2024 ജൂണിൽ വിജയകരമായി വിക്ഷേപിച്ച ബോയിങ്ങിന്റെ പേടകം ഏതാണ്? അത് സ്റ്റാർലൈനർ ആണ് കേട്ടോ. ഏതാണ്? സ്റ്റാർലൈനർ ആണ്. ഓക്കെ, അടുത്തിടെ താൽക്കാലികമായിട്ട് പ്രവർത്തനം നിർത്തിവെച്ച നാസയുടെ ബഹിരാകാശ ദൂരദർശിനി ഏതാണ്? ഹബിൾ ടെലസ്കോപ്പ് ആണ്. ഏതാണ്? ഹബിൾ ടെലസ്കോപ്പ് ആണ്. ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായിട്ട് 2ാമത്തെ തവണയും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സിറിൽ റാമഫോസ. സിറിൽ റാമഫോസ. ഓക്കെ, UPI സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ആദ്യത്തെ തെക്കേ അമേരിക്കൻ രാജ്യമാണ് പെറു എന്ന് പറയുന്നത്. UPI യൂസ് ചെയ്യുന്ന തെക്കേ അമേരിക്കൻ രാജ്യമാണ് പെറു എന്ന് പറയുന്നത്. H5N2 പക്ഷിപ്പനി കാരണമായിട്ടുള്ള ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? അത് മെക്സിക്കോയാണ്. ഓക്കെ, പുതിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മൂല്യമേറിയ കമ്പനി ഏതാണ് എന്ന് പറയുന്നത് NVIDIA ആണ്. എന്താണ്? NVIDIA. 2024 നാസ വിക്ഷേപിച്ച കാലാവസ്ഥ ഉപഗ്രഹം ഏതാണ്? GOES-U ആണ്. ഏതാണ്? GOES. GOES-U ആണ് ഉപഗ്രഹം എന്ന് പറയുന്നത്. 2024 പാരിസ്ഥിതിക പ്രകടന സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? എസ്റ്റോണിയാണ്. ഇന്ത്യയുടെ സ്ഥാനം 176 ആണ്. 2024 ജനുവരിയിലെ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആണവായുധ ശേഷിയുള്ള രാജ്യം ഏതാണ്? അത് റഷ്യയാണ്. ഇന്ത്യക്ക് 6ാം സ്ഥാനമാണ്. ഓക്കെ, UN വുമൺ പൊളിറ്റിക്കൽ ലീഡേഴ്സ് 2024 റിപ്പോർട്ടിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? അത് ഫിൻലൻഡ് ആണ്. ഇന്ത്യക്ക് 171ാം സ്ഥാനമാണ്. ഇന്ത്യക്ക് 171ാം സ്ഥാനമാണ്. 77 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രാജ്ഷാഹിയെയും കൊൽക്കത്തയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ട്രെയിൻ സർവീസ് പുനരാരംഭിച്ചു. ഏത് രാജ്യത്താണ് രാജ്ഷാഹി എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്? ഇവിടെയാണ്, ബംഗ്ലാദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യക്ക് പുറത്ത് ആദ്യത്തെ ജൻ ഔഷധി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ച രാജ്യമാണ് മൗറീഷ്യസ് എന്ന് പറയുന്നത്. ഓക്കെ, ലോകത്തിൽ ആദ്യമായിട്ട് അപസ്മാരം നിയന്ത്രിക്കാനായിട്ട് മസ്തിഷ്കത്തിൽ ചിപ്പ് വെച്ച് പിടിപ്പിച്ച വ്യക്തിയാണ് ഓറൻ നോൾസൺ എന്ന് പറയുന്നത്. ആരാണ്? ഓറൻ നോൾസൺ എന്ന് പറയുന്നത്. റഷ്യയിൽ നിരോധനം ഏർപ്പെടുത്തിയ ഓൺലൈൻ ദിനപത്രം ഏതാണ്? മോസ്കോ ടൈംസ് ആണ് കേട്ടോ. മോസ്കോ ടൈംസ് ആണ്. 2024 നാറ്റോ ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് വാഷിംഗ്ടൺ ആണ്. ലോകത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വസ്ത്രം ഏതാണ്? മെഡൂസയാണ്. ഏതാണ്? മെഡൂസ. നിർമ്മിച്ചത് ക്രിസ്റ്റീന എയർനസ്റ്റ് ആണ്. ക്രിസ്റ്റീന എയർനസ്റ്റ്. ഓക്കെ, 2024 ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ആരെയും പിന്നിലാക്കരുത്, എല്ലാവരെയും കണക്കാക്കുക. ആരെയും പിന്നിലാക്കരുത്, എല്ലാവരെയും കണക്കാക്കുക. 4ാം തവണയും നേപ്പാൾ പ്രധാനമന്ത്രിയായിട്ട് അധികാരമേറ്റത് KP ശർമ്മ ഒലിയാണ്. ആരാണ്? KP ശർമ്മ ഒലി. ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായത് കീർ സ്റ്റാമർ ആണ് കേട്ടോ. ആരാണ്? കീർ സ്റ്റാമർ ആണ്.
2024 ജൂലൈ അന്തരിച്ച അൽബേനിയൻ നോവലിസ്റ്റ് ആരാണ്? ഇസ്മായിൽ ഖാദരെയാണ്. ഇസ്മായിൽ ഖാദരെ. ഓക്കെ. 74ാമത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടി നടക്കുന്ന രാജ്യം, ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടി നടക്കുന്ന രാജ്യമാണ് കസാക്കിസ്ഥാൻ എന്ന് പറഞ്ഞ എവിടെയാണ്? കസാക്കിസ്ഥാൻ അസ്താന. ഓക്കെ. ഇന്തോനേഷ്യയുടെ പുതിയ തലസ്ഥാനം ഏതാണ്? ന്യൂസാന്തര. എവിടെയാണ്? ന്യൂസാന്തരയാണ് പുതിയ തലസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായിട്ടുള്ള ഒളിമ്പസ് മോൺസിന്റെ ചിത്രം പകർത്തിയ നാസയുടെ ഓർബിറ്റർ ഏതാണ്? മാർസ് ഒഡീസിയാണ്. ഏതാണ്? മാർസ് ഒഡീസി. HIV അണുബാധ തടയാനുള്ള കുത്തിവയ്പ് ഏതാണ്? ലെനാക്ക പവീർ ആണ്. ലെനാക്ക പവീർ. ഫ്രീഡം എഡ്ജ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ്? ഫ്രീഡം എഡ്ജ് എന്ന് പറയുന്ന ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക അഭ്യാസമാണ്? US, ജപ്പാൻ, ദക്ഷിണ കൊറിയ. US, ജപ്പാൻ, ദക്ഷിണ കൊറിയ. ഐക്യരാഷ്ട്രസഭ സംഘടിപ്പിക്കുന്ന ഭാവിയുടെ ഉച്ചകോടിക്ക് 2024 വേദിയാവുന്നത് ന്യൂയോർക്കാണ്. 2024 വേദിയാവുന്നത് ന്യൂയോർക്കാണ്. ഭൂകമ്പത്തെ തുടർന്ന് പൊട്ടിത്തെറിച്ച റഷ്യയിലെ അഗ്നിപർവ്വതം ഏതാണ്? ഷിവേലിച്ച് അഗ്നിപർവ്വതമാണ്. ഷിവേലിച്ച് അഗ്നിപർവ്വതം. 2024 ഓഗസ്റ്റ് 14 ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥയായിട്ട് പ്രഖ്യാപിച്ചത് എംപോക്സ് ആണ് കേട്ടോ. മങ്കി പോക്സിനെയാണ് ആഗോള അടിയന്തരാവസ്ഥ ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. 2024 വാർത്താ പ്രാധാന്യം നേടിയ ബംഗ്ലാദേശിലെ ഒരേ ഒരു പവിഴ ദ്വീപ് ഏതാണ്? സെന്റ് മാർട്ടിൻസ് ദ്വീപാണ്. സെന്റ് മാർട്ടിൻസ് ദ്വീപാണ്. തായ്ലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് പയേതുങ്താൻ ഷിനവത്ര. ആരാണ്? പയേതുങ്താൻ ഷിനവത്ര എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് ആഭ്യന്തര കലാപത്തെ തുടർന്ന് 2024 ഓഗസ്റ്റില് രാജിവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി. ആഭ്യന്തര കലാപത്തെ തുടർന്ന് 2024 രാജിവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആരാണ്? ഷെയ്ഖ് ഹസീനയാണ്. ബംഗ്ലാദേശിൽ രൂപീകരിച്ച ഇടക്കാല സർക്കാരിന്റെ തലവനായ നോബൽ പുരസ്കാര ജേതാവാണ് മുഹമ്മദ് യൂനൂസ് എന്ന് പറയുന്നത്. ഫ്രാൻസിലെ ഗ്രെവിൻ സ്വർണ്ണ മ്യൂസിയം ഏത് ബോളിവുഡ് നടന്റെ ചിത്രം പതിച്ച സ്വർണ്ണ നാണയമാണ് പുറത്തിറക്കിയത്? ഷാറൂഖ് ഖാന്റെയാണ് കേട്ടോ പുറത്തിറക്കിയത്. ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? അനുര കുമാര ദിസനായകെ. ശ്രീലങ്കയുടെ 10ാമത്തെ പ്രസിഡന്റ് ആണ്. ടിയാൻഗോങ് ബഹിരാകാശ നിലയം ഏത് രാജ്യത്തിന്റേതാണ്? അത് ചൈനയുടേതാണ്. ഡോങ് ഫെങ് 26 മിസൈൽ വികസിപ്പിച്ച രാജ്യം ചൈനയാണ്. ഡോങ് ഫെങ് 26 മിസൈൽ വികസിപ്പിച്ച രാജ്യം എന്ന് പറയുന്നത് ചൈന. ഓക്കെ. ചൈനയാണ് വികസിപ്പിച്ചത്. ഓക്കെ. വെനസ്വലയുടെ പ്രസിഡന്റ് ആയിട്ട് തുടർച്ചയായിട്ട് 3ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? നിക്കോളാസ് മഡൂറോയാണ്. നിക്കോളാസ് മഡൂറോ. 2020 ഗാന്ധി മണ്ടേല പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? റിഗോബർട്ട മിഞ്ചുതു, ഗ്വാട്ടിമാല. ഓക്കെ. ലോകത്ത് ആദ്യമായിട്ട് ബഹിരാകാശത്ത് നടന്ന സാധാരണക്കാരൻ ആരാണ്? ജാരദ് ഐസക് മാറ്റ്, സാറ ഗില്ലീസ്. ഇവരാണ് ആദ്യമായിട്ട് നടന്നത് കേട്ടോ അവിടെ സാധാരണക്കാര്. ഓക്കെ. ശനിയെക്കുറിച്ചും അതിന്റെ വളയങ്ങളെ കുറിച്ചും പഠിക്കാനായിട്ട് നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് കാസിനി. എന്താണ്? കാസിനി. ദ ലാസ്റ്റ് ഓഫ് ദി സീ വുമൺ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് ആരാണ്? സൂക്കിമാണ്. ആരാണ്? സൂക്കിം. ദ ലാസ്റ്റ് ഓഫ് ദി സീ വുമൺ എന്ന ഡോക്യുമെന്ററിയുടെ നിർമ്മാതാവ് ആരായിരുന്നു? മലാല യൂസഫ്സായി ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. മലാല ഇൻവോൾവ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 100 വർഷങ്ങൾക്ക് ശേഷം പൊതുജനങ്ങൾക്ക് നീന്താനായിട്ട് തുറന്നു കൊടുത്ത ഫ്രഞ്ച് നദി ഏതാണ്? സെൻ നദിയാണ് കേട്ടോ. 100 വർഷങ്ങൾക്ക് ശേഷമാണ് തുറന്നു കൊടുക്കുന്നത്. ഓക്കെ. വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് 2023 പ്രകാരം ലോകത്ത് വായു മലിനീകരണം ഏറ്റവും രൂക്ഷമായ രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശ് ആണ്. ഇന്ത്യക്ക് 3ാം സ്ഥാനമാണ് ഉള്ളത്. ഓക്കെ. മനുഷ്യനെ ബഹിരാകാശത്ത് നടത്തിക്കാനുള്ള ആദ്യത്തെ സ്വകാര്യ ദൗത്യത്തിന്റെ പേരാണ് പൊളാരിസ് ഡോൺ എന്ന് പറയുന്നത്. എന്താണ്? പൊളാരിസ് ഡോൺ. ലോകത്തിലെ ആദ്യത്തെ എക്കോ സിറ്റി ദ ലൈൻ നിലവിൽ വരുന്നത് എവിടെയാണ്? നിയോമിലാണ്, സൗദി അറേബ്യ. നിയോം, സൗദി അറേബ്യ. ഓക്കെ. ബഹിരാകാശത്തിന്റെ അതിരായിട്ടുള്ള കർമാൻ രേഖ കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാണ് കാൾസൺ കിച്ചൻ എന്ന് പറയുന്നത്. ആരാണ്? കാൾസൺ കിച്ചൻ എന്ന് പറയുന്നത്. ഓക്കെ. അറബിക്കടലിൽ രൂപം കൊണ്ട അസ്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? അത് പാകിസ്ഥാനാണ്. അസ്ന എന്ന് നാമം നൽകിയത് ആരാണ്? പാകിസ്ഥാനാണ്. ഓക്കെ. പ്രമുഖ ടെക് കമ്പനിയായിട്ടുള്ള ആപ്പിളിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായ ഇന്ത്യൻ വംശജൻ ആരാണ്? കെവൻ പരേഗാണ്. ആരാണ്? കെവൻ പരേഗാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്ന ഗാസയിൽ 25 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് സ്ഥിരീകരിച്ച രോഗം ഏതാണ്? പോളിയോ രോഗമാണ്. പോളിയോ രോഗമാണ് സ്ഥിരീകരിച്ചത്. ഏഷ്യയിലെ ആദ്യത്തെ എംപോക്സ് ക്ലേഡ് 1B കേസ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? തായ്ലൻഡ് ആണ്. ഏതാണ്? തായ്ലൻഡ് ആണ്. മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ടെലിഗ്രാമിന്റെ സ്ഥാപകൻ ആരാണ്? ആരാണ് ടെലിഗ്രാമിന്റെ സ്ഥാപകൻ? പാവേൽ ദൂറോവ് ആണ് കേട്ടോ. പാവേൽ ദൂറോവ് ആണ്.
അമേരിക്കയിലെ ഫ്ലോറിഡയിൽ വൻ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുള്ള ചുഴലിക്കാറ്റ് ഏതാണ്? മിൽട്ടൺ ആണ്. വൻ നാശനഷ്ടം ഉണ്ടാക്കിയ ചുഴലിക്കാറ്റാണ് മിൽട്ടൺ എന്ന് പറയുന്നത്. മധ്യകിഴക്കൻ യൂറോപ്പിൽ കനത്ത നാശനഷ്ടങ്ങൾ വിതച്ച കൊടുങ്കാറ്റാണ് ബോറിസ് എന്നറിയപ്പെടുന്നത്. ഏതാണ്? ബോറിസ്. 2025 ഓസ്കാർ പുരസ്കാരത്തിനുള്ള ബ്രിട്ടന്റെ എൻട്രി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഹിന്ദി ചിത്രം ഏതാണ്? സന്തോഷ് ആണ് കേട്ടോ. സന്തോഷ്. ഏതാണ്? സംവിധാനം സന്ധ്യാസൂരിയാണ്. എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള എക്സ് നിരോധിച്ച ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഏതാണ്? ബ്രസീലാണ്. ട്വിറ്ററിന്റെ പുതിയ പേരെന്താണ്? എക്സ് എന്നുള്ളതാണ് പുതിയ പേരെന്ന് പറയുന്നത്. എന്താണ്? ശ്രീലങ്കയുടെ പുതിയ വനിതാ പ്രധാനമന്ത്രി ആരാണ്? ഹരിണി അമരസൂര്യ. ആരാണ്? ഹരിണി അമരസൂര്യാണ്. ഓക്കെ, ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയാകുന്ന മൂന്നാമത്തെ വനിതയാണ് ഹരിണി അമരസൂര്യ. മറ്റു വനിതകൾ ആരൊക്കെയാണ്? സിരിമാവോ ബണ്ടാരനായിക്ക, ചന്ദ്രിക കുമാരതുംഗെ. ഓക്കെ, ഇറാൻ വിക്ഷേപിച്ച ഗവേഷണ ആവശ്യങ്ങൾക്കായിട്ടുള്ള കൃത്രിമ ഉപഗ്രഹം ഏതാണ്? അത് ചമ്രാൻ 1 ഏതാണ്? ചമ്രാൻ 1. ഓക്കെ, സൈക്കിൾ ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് ജയിൽ ശിക്ഷ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ഏതാണ് ജയിൽ ശിക്ഷ പ്രഖ്യാപിച്ച രാജ്യം? അത് ജപ്പാനാണ്. ഓക്കെ, യുഎസിന്റെ 47ാമത്തെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഡൊണാൾഡ് ട്രംപ് ആണ്. 47ാമത്തെ. ഓക്കെ, ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് കേട്ടോ. പ്രസിഡന്റ് ആവുന്ന പ്രായം കൂടിയ വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത്. അമേരിക്കൻ ചരിത്രത്തിൽ വൈറ്റ് ഹൌസിലെ ചീഫ് ഓഫ് സ്റ്റാഫ് പദവിയിലെത്തുന്ന ആദ്യത്തെ വനിതയാണ് സൂസി വൈൽസ് എന്ന് പറയുന്നത്. ആരാണ്? സൂസി വൈൽസ് എന്ന് പറയുന്നത്. 19ാമത് G20 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? റിയോ ഡി ജനീറോയാണ്. റിയോ ഡി ജനീറോ ബ്രസീലാണ്. ഓക്കെ, ഹൈപ്പർസോണിക് ആയുധമുള്ള എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്? ഇന്ത്യ 4ാമത്തെ രാജ്യമാണ്. 4ാമത്തെ രാജ്യമാണ്. ന്യൂസിലൻഡ് MP ആയിട്ട് ഹന റൌഹിദി മൈപി ക്ലാർക്ക് പാർലമെന്റിൽ പ്രതിഷേധ സൂചകമായിട്ട് അവതരിപ്പിച്ച പരമ്പരാഗത മാവോറി നൃത്തമാണ് ഹക്ക എന്ന് പറയുന്നത്. ന്യൂസിലൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു അല്ലെ ഹക്ക. ഓക്കെ, അടുത്ത എന്താണ്? കൃത്രിമമായിട്ട് സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യന്റെ പ്രഭാവലയത്തെ, അതായത് കൊറോണയെ കുറിച്ച് പഠിക്കുവാനുള്ള ദൗത്യം അറിയപ്പെടുന്ന പേരാണ് പ്രോബ 3 എന്ന് പറയുന്നത്. എന്താണ്? പ്രോബ 3 എന്ന് പറയുന്നത്. UN ജൈവ വൈവിധ്യ ഉച്ചകോടി COP16 വേദി എവിടെയാണ്? കാലിയാണ്. കൊളംബിയ, കാലി. ഓക്കെ, 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുവാനായിട്ട് ഒരുങ്ങുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തമായ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ആയിട്ടുള്ള ഹ്വാസോങ്, എന്താണ്? ഹ്വാസോങ് 19 പരീക്ഷിച്ച രാജ്യമാണ് ഉത്തര കൊറിയ എന്ന് പറയുന്നത് അല്ലെ. 2024 കോമൺവെൽത്ത് രാജ്യങ്ങളുടെ ഉച്ചകോടിക്ക് വേദിയായ രാജ്യമാണ് സമോവ എന്ന് പറയുന്നത്. iPhone 16 വിൽപ്പനയും വാങ്ങലും നിരോധിച്ച രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ ആണ് കേട്ടോ. ഇന്തോനേഷ്യയിലാണ് വാങ്ങലും വിൽപ്പനയും നിരോധിച്ച രാജ്യം എന്ന് പറയുന്നത്. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി ആരാണ്? കരോലിന വൈറ്റ് ആണ്. ആരാണ്? കരോലിന വൈറ്റ് ആണ്. ഓക്കെ, സ്വകാര്യ വിവരങ്ങൾ ചോർത്തുകയും റിമോട്ട് ആക്സസ് പോലുള്ള അനധികൃത ഇടപാടുകൾ നടത്തുകയും ചെയ്യുന്ന ആപ്പുകളിൽ ഉപയോഗിക്കുന്നതിന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനായിട്ട് ഗൂഗിൾ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ഫ്രോഡ് പ്രൊട്ടക്ഷൻ പൈലറ്റ് പദ്ധതി. 9 വയസ്സ് പ്രായമുള്ള കുട്ടികളെ വിവാഹം കഴിക്കാൻ പുരുഷന്മാർക്ക് അനുമതി നൽകുന്നത് നിയമത്തിൽ കൊണ്ടുവരുന്ന രാജ്യമാണ് ഇറാഖ് എന്ന് പറയുന്നത്. ഓക്കെ, 9 വയസ്സുള്ള കുട്ടികളായിട്ടോ. മായൻ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ സാംസ്കാരിക കേന്ദ്രമായിട്ടുള്ള വലേറിയാന കണ്ടെത്തപ്പെട്ട രാജ്യം എവിടെയാണ്? വലേറിയാന കണ്ടെത്തപ്പെട്ട രാജ്യം എവിടെയാണ്? അത് മെക്സിക്കോയാണ്. ഓക്കെ, ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ടുള്ള കൃത്രിമ ഉപഗ്രഹമായിട്ടുള്ള ലിഗ്നോ സാറ്റ് വിക്ഷേപിച്ച രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. ജപ്പാനിലാണ് വിക്ഷേപിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തത് എന്താണ്? റഷ്യയുടെ ഇന്ത്യൻ അംബാസഡർ ആരാണ്? അത് വിനയ് കുമാർ ആണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ആവുന്ന ആദ്യത്തെ വനിത ആരാണ്? ലിൻഡി കാമറൺ ആണ്. ലിൻഡി കാമറൺ. ഓക്കെ, 2024 ഡിസംബറിൽ അന്തരിച്ച മുൻ US പ്രസിഡന്റ് ആരാണ്? ജിമ്മി കാർട്ടൻ ആണ്. ജിമ്മി കാർട്ടൻ. 2024 ഡിസംബറിൽ ഏവിയൻ ഇൻഫ്ലുവൻസ AH, അതായത് H5N1 പക്ഷിപ്പനിയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എവിടെയാണ് പ്രഖ്യാപിച്ചത്? കാലിഫോർണിയയിലാണ് കേട്ടോ. കാലിഫോർണിയയിലാണ് പ്രഖ്യാപിച്ചത്. 2024 ഡിസംബറിൽ ഡിങ്ക അതായത് അർത്ഥം നൃത്തം ചെയ്യുന്നത് പോലെ കുലുങ്ങുക. എന്താണ്? അർത്ഥം നൃത്തം ചെയ്യുന്നത് പോലെ, അർത്ഥം എന്ന് പറയുന്നത് നൃത്തം ചെയ്യുന്നത് പോലെ കുലുങ്ങുക. ഓക്കെ, അപ്പൊ വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ഉഗാണ്ടയാണ്. അതൊരു വൈറസ് രോഗത്തിന് പറയുന്ന കാര്യമാണ് കേട്ടോ. അത് ഉഗാണ്ടയിലാണ്. ഓക്കെ, 2024 ഡിസംബറിൽ സമാൻ 1 എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത് എവിടെയാണ്? ഇറാനിലാണ് വിക്ഷേപിച്ചത്. ടൈം മാഗസിന്റെ 2024 പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഡൊണാൾഡ് ട്രംപ് ആണ്. ഓക്കെ, അടുത്തത് എന്താണ്? സൂര്യനോട്
ഏറ്റവും അടുത്തെത്തിയ മനുഷ്യനിർമ്മിത വസ്തുവാണ് പാർക്കർ സോളാർ വെബ് കേട്ടോ. പാർക്കർ സോളാർ വെബ്. തായ്ലൻഡില് ബാങ്കോക്കിൽ നിന്നും വന്ന ജെജു എയർ വിമാനമായിട്ടുള്ള 7C 2216 ലാൻഡിങ്ങിനിടെ തകർന്ന് നിരവധി പേർക്ക് മരണം സംഭവിച്ച പുവാൻ വിമാനത്താവളം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ദക്ഷിണ കൊറിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഡാം ടിബറ്റില് ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. ഓക്കെ, ലോകത്തിലെ ഏറ്റവും വലിയ ഡാം കേട്ടോ. അപ്പൊ 2024 ഡിസംബറിൽ ഗുറൂലി അൾസർ രോഗാവസ്ഥ റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. മുൻ ജർമ്മൻ ചാൻസലർ ഏഞ്ചല മെർക്കലിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ഫ്രീഡം മെമ്മറീസ് 1954 to 2021. ഓക്കെ, UN ജനറൽ അസംബ്ലി ലോക ധ്യാന ദിനമായിട്ട് പ്രഖ്യാപിച്ചത് എന്നാണ്? ലോക ധ്യാന ദിനം എന്നാണ്? ഡിസംബർ 21-നാണ്. 2024 ലോക ധ്യാന ദിനത്തിന്റെ പ്രമേയം എന്താണ്? മെഡിറ്റേഷൻ ഫോർ ഗ്ലോബൽ പീസ് ആൻഡ് ഹാർമണി. ഓക്കെ, ന്യൂഡൽഹിയിൽ നിലവിൽ വരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗീൻ ഭാരത് മ്യൂസിയത്തിന്റെ നിർമ്മാണത്തിന് സഹകരിക്കുന്ന രാജ്യമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ അധ്യക്ഷനായിട്ട് നിയമിതനായത് മദൻ ബി ലോക്കൂർ ആണ്. ആരാണ്? മദൻ ബി ലോക്കൂർ ആണ്. ഓക്കെ, ദക്ഷിണ കൊറിയയിൽ പട്ടാള നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചതിന് ഇംപീച്ച് ചെയ്യപ്പെട്ട പ്രസിഡന്റാണ് യൂൻ സൂക്ക് യോൽ എന്ന് പറയുന്നത്. ഓക്കെ, മറിയം വെബ്സ്റ്റർ നിഘണ്ടുവിന്റെ 2024 വാക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്താണ്? പോളാറൈസേഷൻ ആണ്. പോളാറൈസേഷൻ ആണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്സ്ഫോർഡ് നിഘണ്ടുവിലെ 2024 വാക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്താണ്? ബ്രെയിൻ റോട്ട് ആണ് കേട്ടോ. ബ്രെയിൻ റോട്ട് ആണ്. കോളിൻസ് നിഘണ്ടുവിലെ 2024 വാക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്താണ്? ബ്രാറ്റ് ആണ്. ബ്രാറ്റ്. കേംബ്രിഡ്ജ് നിഘണ്ടുവിന്റെ 2024 വാക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മാനിഫെസ്റ്റ് ആണ്. എന്താണ്? മാനിഫെസ്റ്റ്. ജോർജിയയുടെ പുതിയ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മുൻ ഫുട്ബോൾ താരം കൂടിയാണ് ഇദ്ദേഹം. മിക്കായേൽ കവലഷ്വിലി. ആരാണ്? മിക്കായേൽ കവലഷ്വിലി. ഓക്കെ, അദ്ദേഹമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ഫ്രാങ്കോയിസ് ബെയ്റൂവ് ആണ്. ഓക്കെ, 2024 ഡിസംബറിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഫ്രഞ്ച് പ്രദേശമായിട്ടുള്ള മയോട്ടയിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ്? ചിഡോയാണ് കേട്ടോ. ചിഡോയാണ് ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഫുൾ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോംപ്രഹെൻസീവ് ആൻഡ് പ്രോഗ്രസീവ് എഗ്രിമെന്റ് ഫോർ ട്രാൻസ് പസഫിക് പാർട്ട്ണർഷിപ്പ്. ഓക്കെ, ഇതിന്റെ ഫുൾ ഫോം അല്ല കേട്ടോ, അത് വേറെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അംഗമാവുന്ന ആദ്യത്തെ യൂറോപ്യൻ രാജ്യമാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. ഓക്കെ, കോംപ്രഹെൻസീവ് ആൻഡ് പ്രോഗ്രസീവ് എഗ്രിമെന്റ് ഫോർ ട്രാൻസ് പസഫിക് പാർട്ട്ണർഷിപ്പിന്റെ അംഗമാവുന്ന ആദ്യത്തെ യൂറോപ്യൻ രാജ്യമാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? 2024 അന്തരിച്ച ആദ്യത്തെ ലോകസുന്ദരിയായിട്ടുള്ള 2024 അന്തരിച്ച ആദ്യ ലോകസുന്ദരിയായ വ്യക്തിയാണ് കിക്കി ഹാക്കിൻസൺ എന്ന് പറഞ്ഞ കിക്കി ഹാക്കിൻസൺ. 2025 നടക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അത് ഫ്രാൻസിലാണ്. 2025 നടക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിയുടെ വേദി ഫ്രാൻസിലാണ്. ബ്രിക്സ് രാജ്യങ്ങളുടെ 16ാമത് ഉച്ചകോടി നടന്ന കസാൻ ഏത് രാജ്യത്താണ്? കസാൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് റഷ്യയിലാണ്. ഓക്കെ, ലോകത്തിലെ ഏറ്റവും വേഗമേറിയ റോബോട്ട് സ്റ്റാർ 1 പുറത്തിറക്കിയ രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. ചൈനയാണ്. ഓക്കെ, 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2024 അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ. ഓക്കെ, അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ. അടുത്തത് എന്താണ്? ഭൂമിയിൽ നിന്നും 160 പ്രകാശവർഷം അകലെ കണ്ടെത്തിയ വാലുള്ള ഗ്രഹം ഏതാണ്? അത് വാസ്പ് 69b ആണ്. വാസ്പ് 69b ആണ്. 2024 ഡിസംബറിൽ അർബുദത്തിന് വാക്സിൻ കണ്ടെത്തിയെന്ന് അവകാശം ഉന്നയിച്ച രാജ്യം. ഓക്കെ, ക്യാൻസറിന് വാക്സിൻ കണ്ടെത്തിയെന്ന് അവകാശം ഉന്നയിച്ച രാജ്യം ഏതാണ്? അത് റഷ്യയാണ്. ഓക്കെ, ഗൂഗിൾ വികസിപ്പിച്ച പുതിയ അത്യാധുനിക കമ്പ്യൂട്ടിംഗ് ചിപ്പ് ഏതാണ്? അത് വില്ലോയാണ് കേട്ടോ. വില്ലോ. അജ്ഞാത രോഗമായിട്ടുള്ള ഡിസീസ് എക്സ് ബാധിച്ച നിരവധി പേരുടെ മരണത്തിനിടാക്കിയ രാജ്യം ഏതാണ്? അത് കോങ്കോയാണ്. 2024 ഡിസംബറിൽ ബ്രിട്ടനിൽ വീശിയ ചുഴലിക്കാറ്റിന്റെ പേരാണ് ഡാറ എന്ന് പറഞ്ഞ ഡാറ. ബുർക്കിന ഫാസോയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ബുർക്കിന ഫാസോയുടെ പുതിയ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് റിംതാൽബ ജീൻ ഇമ്മാനുവൽ ഔഡാഗ്ര. എന്താണ്? റിംതാൽബ ജീൻ ഇമ്മാനുവൽ ഔഡ്രാഗോ. ചിത്രങ്ങളും വാക്യങ്ങളും ഹൈ റെസല്യൂഷൻ വീഡിയോ ആക്കുന്ന ഗൂഗിളിന്റെ ആദ്യ ജെൻ AI മോഡൽ മോഡൽ എന്താണ്? അത് വിയോയാണ് കേട്ടോ. ചിത്രങ്ങളും വാക്യങ്ങളും ഹൈ റെസല്യൂഷൻ വീഡിയോ ആക്കുന്ന ഗൂഗിളിന്റെ ആദ്യ ജെൻ AI മോഡൽ എന്ന് പറയുന്നത് വിയോയാണ്. ലോകത്ത് ആദ്യമായിട്ട് ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവാവധിയും ആരോഗ്യ ഇൻഷുറൻസ് പെൻഷനും
നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസ് പെൻഷൻ പ്രഖ്യാപിച്ച രാജ്യം എന്ന് പറയുന്നത് ബെൽജിയമാണ്. ഓക്കെ. ഫോബ്സ് മാഗസിന്റെ 2024 ഏറ്റവും ശക്തരായിട്ടുള്ള 100 വനിതകളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ആരാണ്? ഉർസുല വോൺ ഡെർ ലെയ്ൻ ആണ്. യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡന്റ് ആണ്. സിറിയയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ആരാണ്? ബാഷർ അൽ അസദ് ആണ്. ഓക്കെ, ബാഷർ അൽ അസദ് ആണ്. മാരുതി 800 കാറിലൂടെ ഇന്ത്യൻ വാഹന വ്യവസായ രംഗത്ത് വലിയ മാറ്റം ഉണ്ടാക്കിയ മാരുതി സുസുക്കി മോട്ടോർ സ്ഥാപകൻ അടുത്തിടെ അന്തരിച്ചു. ആരാണ് അദ്ദേഹം? ഒസാമു സുസുക്കിയാണ്. ഒസാമു സുസുക്കിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ അത് കഴിഞ്ഞു കേട്ടോ. ഇത് ജസ്റ്റ് ജനുവരിയിൽ മാത്രമാണ്. ഇത് 2024 കറണ്ട് അഫയേഴ്സ് ആണ്. 2025 വന്നെങ്കിലും 2024 കറണ്ട് അഫയേഴ്സ് ആണ്. വേറെ ഏത് കറണ്ട് അഫയറും പഠിക്കുന്നതിന് മുമ്പ് ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അത്രയും നല്ല ചോദ്യങ്ങളാണ്. ഒരുപാട് ചോദ്യ പേപ്പറിൽ കണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങളാണ് അവർ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇത്രയേ ഉണ്ട്. അപ്പൊ ഞാനിത് 2 വീഡിയോ ആയിട്ട്, ഇപ്പൊ നമ്മൾ ഒറ്റ വീഡിയോ ആയിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയും 3 മണിക്കൂർ കഴിയും. അപ്പോൾ അത്രയും ലോങ്ങിൽ വീഡിയോസ് ഇരുന്ന് കാണില്ല ആരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു 1.5 മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ ആക്കിയിട്ട് ഞാനിപ്പോൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ പാർട്ട് 2 ആണ്. ഇതിന്റെ പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ പറയാനായിട്ടുള്ളത്. അപ്പൊ നമ്മൾക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം കേട്ടോ.